നമസ്കാരം, ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് 8ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വനിതാ ദിന ആശംസകൾ നേരുകയാണ്. ഇന്ന് പ്രേക്ഷകർക്ക് അറിയാം, നമ്മൾ രാവിലെ 6 മുതൽ വൈകുന്നേരം 8 മണി വരെ നമ്മളൊരു വിമൻസ് ഡേ സ്പെഷ്യൽ ഒരു മാരത്തൺ പോലെയാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമുകൾ കൊണ്ടുപോകുന്നത്. എല്ലാ പ്രോഗ്രാമിലും ഈ മേഖലകളിൽ, വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളായിട്ടുള്ള നിരവധി സ്ത്രീകളെ നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് വൈബ്സ് ആരംഭിക്കുന്നത് തന്നെ തിരുവനന്തപുരത്തുള്ള ദ റീഡിംഗ് റൂം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സ്ഥാപനം, അതിൽ നിന്നാണ്. ഈ റീഡിംഗ് റൂം എന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് തന്നെ ഒരു സംശയം തോന്നാം, എന്തായിരിക്കാം അത്? കാരണം അധികം ആർക്കും അത്തരത്തിൽ കേട്ട് പരിചയമില്ലാത്ത ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് നമ്മൾ ഈ ലൈബ്രറി എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്കറിയാം, ബുക്ക് സ്റ്റോളിൽ പോകുന്നു, അവിടുത്തെ ബുക്ക് എടുത്ത് വായിക്കുന്നു, അതേക്കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷെ എന്തായിരിക്കാം ഈ റീഡിംഗ് റൂം? ഇതൊരു കമ്മ്യൂണിറ്റി സ്പേസ് ആണ്. പുതുതലമുറയിലെ ആളുകൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. ഇത്തരത്തിൽ നൂതനമായിട്ടുള്ള ഒരു ആശയം മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ അവർണ ഗോപിനാഥാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. സ്വാഗതം. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത ഒരു കോൺസെപ്റ്റാണ് ഈ റീഡിംഗ് റൂം എന്നുള്ളത്. ഈ കോൺസെപ്റ്റിലേക്ക് വന്നത് എങ്ങനെയാണ്? എനിക്ക് ഓർമ്മ ഉള്ള കാലം മുതൽ ഞാൻ വായിക്കുന്നുണ്ട്. എനിക്ക് ബുക്സ് ഇല്ലാത്ത ഒരു സമയം ഓർമ്മയില്ല. അപ്പൊ ഞാൻ വളരുന്നതെന്നൊക്കെ പറഞ്ഞ എന്റെ പേരൻസ് രണ്ടുപേരും ആർമി ഓഫീസേഴ്സ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാം 1.5-2 ഇയേഴ്സ് ട്രാൻസ്ഫർ ആവും. ഒരു സ്കൂളിൽ ഇരുന്ന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായി വരുമ്പോഴത്തേനും അവര് മാറിപ്പോവും, അല്ലെങ്കിൽ ഞങ്ങൾ മാറിപ്പോവും. അങ്ങനെ ഒരിടത്ത് ഒരു 2-3 വർഷത്തിന് കൂടുതൽ ഞാൻ നിന്നിട്ടില്ല. ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എന്റെ ലൈഫിൽ നിന്നിട്ടുള്ളത് ബുക്സ് തന്നെയാണ്. അപ്പൊ എനിക്ക് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നു ബുക്സും സ്റ്റോറീസും റീഡിങ്ങും. എനിക്ക് ഒത്തിരി റിലേറ്റബിൾ ആയിട്ടും എനിക്കൊരു ഫ്രണ്ട്സ് എന്ന് പറയാൻ വേണ്ടി സോളിഡ് ആയിട്ട് എന്റെ ലൈഫിൽ നിന്നത് അതായിരുന്നു. അപ്പൊ ഓൾറെഡി എനിക്ക് പണ്ട് തൊട്ടേ അറിയാം. എനിക്ക് തോന്നുന്നു വായിക്കുന്ന എല്ലാവരും ചോദിച്ചാൽ അവർ പറയും എപ്പോഴെങ്കിലും ഒക്കെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടോ, ഒരു ലൈബ്രറിയിലോ അല്ലെങ്കിൽ ഒരു ബുക്ക് ഷോപ്പിലോ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ബുക്ക് കെഫെ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ഒരു ഡ്രീം എല്ലാ റീഡേഴ്സിനും എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു മോനുണ്ട്. ഇപ്പൊ മോൻ ഒരു 2-3 വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പൊ എനിക്ക് ഒരു ഫീലിംഗ് വന്നു, ഞങ്ങളുടെ ചൈൽഡ്ഹുഡിനെക്കാളും വളരെ ഡിഫറെന്റ് ആണ് ഇപ്പോഴത്തെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അവർക്കൊരു ഓടി നടന്ന് അല്ലെങ്കിൽ അവർ ഇന്ററാക്ട് ചെയ്ത് അവർക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ട് നടന്ന് വേറെ പിള്ളേരായിട്ട് കളിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ഒത്തിരി കുറഞ്ഞു. ഒരു സ്കൂളിൽ പോന്നു, പിന്നെ വേറെ ക്ലാസ്സിൽ പോന്നു, വീട്ടിലാണെങ്കിൽ പോലും 2-3 അഡൾട്ട്സിന്റെ കൂടെയാണ് വളരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് വേണം. എനിക്ക് കിട്ടിയ ഒരു ബുക്സിന്റെ അടുത്തും സ്റ്റോറീസിന്റെ അടുത്തും കിട്ടിയ വേറെ പിള്ളേരായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വേണം. പിന്നെ ട്രിവാൻഡ്രത്ത് ജനിച്ച് വളർന്ന അല്ലാത്തതുകൊണ്ടും കൂടി ഞാൻ ഇവിടെ ഒരു ഔട്ട്സൈഡർ ആയിട്ടാണ് കുറേ വർഷം ജീവിച്ചത്. അപ്പം അതുപോലെ ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ട് വന്നിരിക്കാനുള്ള ഒരു കമ്മ്യൂണിറ്റി സ്പേസ് വേണം, അവരുടെ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ്. അങ്ങനെ പല പല രീതിയിലാണ് ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പൊ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഈ ലൈബ്രറി എന്നുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് ഭയങ്കര പരിചയമാണ്, എല്ലാവർക്കും അറിയാം. അതായത് നമുക്ക് ഫ്രീ സ്പേസിൽ അവിടെ ഒരു മെമ്പർഷിപ്പ് എടുക്കാം, പോയിരിക്കാം, ഇഷ്ടമുള്ള ബുക്ക് വായിക്കാം, തിരികെ വരാം. അത്തരത്തിൽ കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. അതിൽ നിന്ന് ഈ റീഡിംഗ് റൂം അതെങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മിണ്ടാതെ വന്ന് ബുക്ക് വായിക്കണം എന്നുള്ളതല്ലായിരുന്നു റീഡിംഗ് റൂമിന്റെ കോൺസെപ്റ്റ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ലൈബ്രറിന്ന് പറയാത്തത് പോലും, ഇതൊരു ലൈബ്രറി ആണെന്ന് ഞാൻ പറയാത്ത മെയിൻ റീസൺ അതാണ്. അപ്പൊ പിള്ളേർക്കാണെങ്കിൽ പോലും ഞാൻ ഇപ്പൊ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഇവര് ഭയങ്കര സ്ട്രക്ചേർഡ് ആണ് ഇവരുടെ ലൈഫ്. സ്കൂളിൽ ഇപ്പൊ പഠിക്കാനിരിക്കുമ്പോൾ ടീച്ചർമാർ പറയും മിണ്ടാതിരുന്ന് കേൾക്കണം. അത് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ ട്യൂഷനോ ഡാൻസ് ക്ലാസ്സിനോ സ്പോർട്സിനോ ഒക്കെ പോകുമ്പോൾ എല്ലായിടത്തും അതാത് ഡിസിപ്ലിൻ ഉണ്ട്, അത് നെസസറി ആണ്. പക്ഷെ നമ്മള് വളരെ ഫ്രീ ആയിട്ടിരിക്കുമ്പം നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ട്സ് എന്തെങ്കിലും പറയുന്നു, നമ്മൾ ഡിസഗ്രി ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്കൊരു വേറെ ഐഡിയ ഉണ്ട്, അത് നമ്മളെല്ലാവരും നമ്മളെ മോണിറ്റർ ചെയ്യാതിരിക്കുമ്പം നമ്മൾ ആരാണോ, നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളുടെ പേഴ്സണാലിറ്റി ഒത്തിരി ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ എന്റെ മോന് തന്നെ വളർന്നു വരുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഒരു സ്പേസ് കുറവാണ്. ഫ്രീ ആയിട്ട് ഓടി നടക്കുന്ന ഒരു കുട്ടി വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ടോയ് എടുത്തോണ്ട് പോകുന്നു. അപ്പൊ അത് എടുത്തോണ്ട് പോകുമ്പോഴത്തേനും നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? ചില പിള്ളേർ കരയും, ചില പിള്ളേർ കംപ്ലൈന്റ് ചെയ്യും, ചില പിള്ളേർ തിരിച്ചുപോയി അത് തട്ടിപ്പറിച്ചു. പക്ഷെ ഇതെല്ലാം നമ്മളുടെ പേഴ്സണാലിറ്റിന്റെ ഭാഗമാണ്. അത് ഫ്രീ ആയിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റണം, അവർക്ക് അവരാരാണെന്നുള്ളത് മനസ്സിലാവണം. നമ്മൾ ഒരുമിച്ചിരുന്ന ഒരു കഥ വായിക്കുമ്പം എനിക്ക് തോന്നുന്നു ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, അപ്പൊ വേറൊരു കുട്ടി പറഞ്ഞു അല്ലേ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. അവർക്ക് ആ ഒരു
ഫ്രീ കോൺവെർസേഷൻ, ടീച്ചേഴ്സും പേരൻസും മിണ്ടാതിരിക്കും, ഇങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതിലായിരുന്നു തുടക്കം. അപ്പൊ ആ ഒരു സ്പേസ് ആണ്. അപ്പൊ ഇറ്റ് ഇസ് നോട്ട് എ ലൈബ്രറി, നിങ്ങൾ വന്ന് മിണ്ടാതിരുന്ന് ബുക്ക് വായിച്ചിട്ട് പോകണം എന്നുള്ളതല്ല. എല്ലാവരും മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, നെറ്റ്വർക്ക് ചെയ്യുന്നു. പിന്നെ എന്തുകൊണ്ട് ബുക്സ് എന്ന് പറഞ്ഞാൽ ബുക്സ് എല്ലാവർക്കും ഒരു കഴിവുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ഏറ്റവും സ്ട്രോങ് സൂട്ട് എന്ന് പറയുന്നത് ബുക്സും റീഡിങ്ങും ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ ഒരു മീഡിയം ആക്കി എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ ബുക്സ് വായിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഒരു ക്യാരക്ടർ മോഡുലേഷൻ, ഇതിലേക്കൊക്കെ എങ്ങനെ ഒരു റീഡിംഗ് ഹാബിറ്റിനെ കൊണ്ടുവരാം എന്നുള്ളത് കൂടി ആണ് ഈ ഒരു കോൺസെപ്റ്റിലൂടെ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് അർച്ചന ഗോപിനാഥിനൊപ്പം നമുക്കൊപ്പം ഇപ്പോൾ മറ്റ് വായനാ ലോകത്തെ പ്രതിഭകളായിട്ടുള്ള കുറച്ച് സ്ത്രീകൾ കൂടിയുണ്ട്. അപ്പൊ നമുക്ക് അവരെയും കൂടി പരിചയപ്പെടാം. അപ്പൊ ഹായ്, മൈ നെയിം ഇസ് ഗായത്രി. ഞാൻ അർച്ചനയുടെ കൂടെ വർക്ക് ചെയ്യുന്ന റീഡിംഗ് റൂമിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് പുള്ളിക്കാരിയുടെ ഒപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പം ഗായത്രിയും ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇനി ഇവിടെ ഈ റീഡിംഗ് റൂമിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള 3 പേരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. പേര് ഓർക്കോളൂ. Hi, my name is Sana. So I've been coming here for a little while to read, to draw, to be a part of the community, to interact, and it's been amazing. The community is literally out of this world. You won't find anything like this in Trivandrum at least. Yeah, it's been a great experience. തീർച്ചയായും ഈ ട്രിവാൻഡ്രത്ത് നിന്ന് മാത്രമല്ല, ആക്ച്വലി ഈ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇപ്പം 8 വർഷം മുമ്പ് ഇവരിത് ആരംഭിക്കുമ്പം എവിടെയും ഇല്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പായിട്ടും പറയാവുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ചിലപ്പോൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒക്കെ വരും, ഇങ്ങനെയുള്ള റീഡിംഗ് റൂമുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴാണ് ഇവിടെ മെമ്പർ ആയത്? ഞാനൊരു 3-4 മന്ത്സ് കഴിഞ്ഞു. അതിന് മുന്നെയാണ് ഞാനൊരു ട്രെയിനിൽ യാത്രയില് ഒരാളെ പരിചയപ്പെട്ടു. ആ പരിചയപ്പെടലിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ റീഡിംഗ് റൂമിനെ കുറിച്ച് അറിഞ്ഞത്. ലൈക്ക് ഐ വാസ് റീഡിംഗ് എ ബുക്ക് അറ്റ് ദ ടൈം. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ എന്നോട് ആ ബുക്ക് എന്താണ് എന്നൊക്കെ സംസാരിച്ചു തുടങ്ങി. ആൻഡ് ദാറ്റ്സ് ഹൗ ഹി ഇൻട്രൊഡ്യൂസ് മീ ടു റീഡിംഗ് റൂം. നെക്സ്റ്റ് ഡേ ഞാൻ ട്രാവൽ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാ ദിവസവും ഓടി വന്ന് ജോയിൻ ചെയ്യാറുണ്ടല്ലേ? അതെ. ഹായ്, എന്റെ പേര് ഫർഹാന. എനിക്കൊന്നും 2017 ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നതാണ്. ലൈക്ക് ഐ ജസ്റ്റ് സോ ദാറ്റ് ആൻഡ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് എനിക്ക് ഇവിടെ വരണം എന്ന് തോന്നി ഞാൻ വന്നതാണ്. ഒരു പോയട്രി ഇവന്റ് ആയിരുന്നു അത്. ആൻഡ് അവിടെ നിന്ന് അങ്ങോട്ട് ഐ സോ ദ വൈബ്. എങ്ങനെയായിരുന്നു ആൾക്കാർ, ലൈക്ക് വി കേം ഇൻ ആസ് സ്ട്രേഞ്ചേഴ്സ്. ഞാൻ തിരിച്ചു പോയ സമയത്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. എവ്രിബഡി വാസ് ലൈക്ക് നോൺ സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് എവറിത്തിങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് റെഗുലർ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവന്റ്സ് വരുന്ന സമയത്ത് എന്തായാലും ഇവിടെ വരാൻ നോക്കും. കുറച്ചുനാൾ നാട്ടിലില്ലായിരുന്നു, ബട്ട് എന്നിട്ട് പോലും ഇവരുടെ ഓൺലൈൻ സെഷൻസിലൊക്കെ ഞാൻ കയറും. അപ്പൊ ഇവിടെ തിരിച്ചു വന്നപ്പം ഐ വാസ് ലൈക്ക് എനിക്ക് എന്തായാലും ഇവിടെ വരണം, ഐ നീഡ് ടു ബി എ പാർട്ട് ഓഫ് ട്രേഡിംഗ് റൂം എന്ന് തോന്നിയിട്ട് ഞാൻ സ്ഥിരം വരുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു റീഡിംഗ് സ്പേസിനപ്പുറം ഒരു കമ്മ്യൂണിറ്റി ഹോൾ കൂടിയാണ്. ഇത്തരത്തിൽ വായന ഇഷ്ടപ്പെടുന്ന, ബുക്കുകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒത്തുകൂടാനും അവരുടെ സാഹിത്യ അഭിരുചികൾ പരസ്പരം സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും അത്തരത്തിൽ ഒരുപാട് ഇവന്റുകൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതല്ലേ? അതെ അതെ. എല്ലാ വീക്കെൻഡ്സും ഞങ്ങൾ എന്തെങ്കിലും ഒരു ഇവന്റെങ്കിലും ചെയ്യാൻ നോക്കും. അതല്ലാണ്ട് റെഗുലർ ആയിട്ട് ഇവിടെ ഒരു ഡിബേറ്റ് ക്ലബ്ബ് മീറ്റ് ചെയ്യാറുണ്ട്, ബുക്ക് ക്ലബ്ബ് മീറ്റ് ചെയ്യും, ഒരു പോയിട്രി ക്ലബ്ബ് മീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഡിഫറെന്റ് എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു റീസൺ ആവുകയാണ്. നമ്മളിപ്പോ ഡിബേറ്റ് അല്ലെങ്കിൽ മൂവി ക്ലബ്ബ് ഉണ്ട് ഞങ്ങൾക്ക് റെഗുലർ ആയിട്ട്. അപ്പൊ എല്ലാ സാറ്റർഡേ എന്തെങ്കിലും ഒരു ഇവന്റ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ 1-2 NGOസിനെ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്യാറുണ്ട്. അവർ മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരൊരു സപ്പോർട്ട് ഗ്രൂപ്പ് മീറ്റപ്പ് വെക്കും. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഒരു 10-20 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പം എനിക്കറിയാം ഹൗ ദാറ്റ് ഫീൽസ് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയും കൂടിയാണ്. അപ്പൊ അങ്ങനെ ഇതെല്ലാം ഒരു റീസൺ ആണ്. ശരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കഴിഞ്ഞ 8 വർഷത്തിൽ നമ്മളിപ്പോ ബുക്ക് ക്ലബ്ബ് അല്ലെങ്കിൽ മൂവി ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒരുമിച്ച് വന്നാലും അവിടെ വെച്ചായിരിക്കും ഡിസ്കഷൻ തുടങ്ങുന്നതെങ്കിലും ഒരു കാരണമാവാണ് ആൾക്കാർക്ക് ഒരുമിച്ച് ഇരിക്കാൻ, ഒരു കമ്മ്യൂണിറ്റീന്റെ ഭാഗമാവാൻ. നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്, നമ്മൾ എവിടെയെങ്കിലും ബിലോങ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ പോലത്തെ ആൾക്കാരുണ്ട്, നമ്മളെ മനസ്സിലാക്കുന്നവരുണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യണം എന്നുള്ള. അപ്പൊ അതിന് കൊടുക്കുന്ന ഡിഫറെന്റ് അപ്പൊ നമ്മൾ പല ഇവന്റ് ചെയ്യുന്നതിന്റെ റീസൺ അതാ. ചിലപ്പം ബുക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വരില്ല, കുറെ പേര് മൂവി കാണാനായിരിക്കും വരുന്നത്. മൂവീസിന് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല, അപ്പൊ അവർ ചിലപ്പോൾ വല്ല മ്യൂസിക് ഇവന്റിനായിരിക്കും വരുന്നത്. പക്ഷെ എന്ത് ആണ് ഇൻട്രസ്റ്റ് എങ്കിലും അവർക്കൊരു കമ്മ്യൂണിറ്റി കിട്ടണം എന്നുള്ളതാണ് മെയിൻ ഐഡിയ. അപ്പം 8 വർഷം മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനൊരു കോൺസെപ്റ്റ് തുടങ്ങുമ്പോൾ, അതായത് നമുക്ക് മുന്നിൽ ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു കോൺസെപ്റ്റ് നടത്തി വിജയിച്ച ആരുമില്ല. നമ്മൾ ആദ്യമായിട്ട് വന്ന് തുടങ്ങുകയാണ്. അതും കേരളത്തിൽ ജനിച്ചു വളർന്ന ആളല്ല അർച്ചന. അപ്പം അർച്ചനയ്ക്ക് ഈ നാടുമായിട്ട് പോലും അത്ര പരിചയം ഇല്ലാത്തൊരു സമയത്താണ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പദ്ധതി
ആരംഭിക്കുന്നത് തന്നെ. ഇപ്പം ഈ കോൺസെപ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഇപ്പം ഫ്രണ്ട്സിനോടും വീട്ടുകാരോടും ഒക്കെ ആയിരിക്കും നമ്മൾ എന്തായാലും ആദ്യം പറയുന്നത്. അപ്പൊ അവരെങ്ങനെയാണ് ഇതിനെ എടുത്തത്? എനിക്ക് അതിൽ എനിക്കുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴും വർക്ക് ചെയ്യായിരുന്നു. ഞാനൊരു 13-14 ഇയേഴ്സ് ആയിട്ട് ഞാൻ കൺസ്ട്രക്ഷനിൽ അതിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പം ഈ പോയട്രിയും സാഹിത്യവുമായിട്ടൊക്കെ നിൽക്കുന്ന അർച്ചന ശരിക്കും ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു 14 വർഷത്തോളം അല്ലെ. ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ഞാൻ ആ സമയത്തും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു പ്രോജക്ട് മാനേജറാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ. അപ്പം കുറെ നാൾ അത് ചെയ്ത് നാട്ടിൽ വന്നു. അപ്പം അത് ഓൺ എ സൈഡ് നടക്കുമ്പോഴും ഇതൊരു പാഷൻ പ്രോജക്റ്റ് ആണ്. ഞാൻ എല്ലാം വിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പോണു എന്നുള്ളൊരു ഷോക്ക് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും കൊടുത്തില്ല. അതുണ്ട്, വർക്ക് ഉണ്ട്, വർക്കിന് പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ഓൺ എ സൈഡ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം, എസ്പെഷ്യലി കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ഒരു സ്പേസ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിട്ട് വളരെ കുഞ്ഞ് രീതിയിൽ എന്ന് വെച്ചാൽ ഒരു വളരെ ചെറിയൊരു സ്പേസ് എടുത്ത കവടിയാർ അമ്പലമുക്ക് പോകുന്ന ആ റോഡിൽ ഞങ്ങളൊരു കുഞ്ഞ് സ്പേസ് എടുത്താണ് ആദ്യം തുടങ്ങുന്നത്. അപ്പൊ അവിടെ അത് എനിക്കൊന്നും അങ്ങനെ പോയത് കൊണ്ടായിരിക്കും ആർക്കും ഒരു വലിയ ഷോക്കൊന്നും ഉണ്ടായില്ല. അയ്യോ ഇനി എല്ലാം നിർത്തി ഇത് ചെയ്യാൻ പോകണോ എന്നുള്ള ഒരു ഷോക്കിലോട്ട് അല്ല പോയത്. അപ്പൊ വീട്ടുകാരാണെങ്കിലും പോലും ശരി, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സൈഡിൽ അത് നടക്കുന്ന നല്ല കാര്യമാണെന്നുള്ള ഒരു രീതി തന്നെയായിരുന്നു. പതുക്കെ പതുക്കെ എനിക്ക് ഓവർ ദി ഇയേഴ്സ് ആണ് അത് ടേക്ക് ഓവർ ചെയ്ത് ഇപ്പൊ റീഡിംഗ് റൂം മെയിൻ ഒരു കാര്യമാവുന്നതും അതിങ്ങനെ പതുക്കെ എസ്റ്റാബ്ലിഷ് ആവുന്നതും. പക്ഷെ അത് അതിന്റെ സമയം എടുത്ത് എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ട് തന്നെ അവർക്കും ഒരു ചാൻസ് കിട്ടി. ഇത് അത്ര നല്ല ഐഡിയ അല്ല, മോശം ഐഡിയ അല്ലായിരുന്നു എന്ന് ഫീൽ ചെയ്യാനും അവരും അതിന്റെ ഗ്രോത്ത് കണ്ട് വരുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇതുപോലെ ഒരു ഇന്റർവ്യൂ വരുമ്പോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് വരുമ്പോ എന്തെങ്കിലും വരുമ്പോ അവർക്കും അറിയാം അപ്പൊ ഇതിനകത്ത് എന്തോ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടായില്ല അങ്ങനെ. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു വലിയൊരു ഫൈനാൻഷ്യൽ ഗെയിൻ ഒന്നും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അർച്ചന ഇതിലേക്ക് വരുന്നതും. അർച്ചനയ്ക്ക് ഇതിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കുക എന്നതിനപ്പുറം അർച്ചനയുടെ ഒരു ഡ്രീമാണ്, പാഷനാണ് കുട്ടികളെ ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിന് പുറത്താണ് ഇത് തുടങ്ങുന്നത്. അപ്പം ഈ ഫൈനാൻഷ്യലി ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് സ്ട്രഗ്ലിംഗ് പീരീഡ് കൂടി ആയിരിക്കാം ആ ഒരു തുടക്കകാലമൊക്കെ അല്ലേ? കാലം പിന്നെയും കുഴപ്പമില്ലായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറെ വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആയതും കൊണ്ടും കൂടി എനിക്ക് അങ്ങനെ ഒരു വലിയ ഫിനാൻഷ്യലിനെക്കാളും നേരത്തെ ചോദിച്ച പോലെ കുറച്ചും കൂടി വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ആരും ഇല്ല, ഇതിന് മുന്നേ ആരും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ കുറെ ബുക്ക് ഉണ്ട്, ഇവിടെ ഉള്ള ഒരുമാതിരിപ്പെട്ട കുറെ ബുക്ക് ഞാൻ സ്വന്തമായിട്ട് പണ്ടേ മേടിച്ച് അപ്പം ഇത്രയും ബുക്ക് ഉണ്ട്, ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചു, പിള്ളേർക്ക് സ്റ്റോറി വായിച്ചു കൊടുക്കും എന്നല്ലാണ്ട് ഇനി എന്ത് ചെയ്യും, ഈ സ്പേസിൽ നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല തുടങ്ങിയ സമയത്ത്. അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു. എങ്ങനെ പോവും, എങ്ങനെ റിസീവ് ചെയ്യും, ട്രിവാൻഡ്രം ഇതിനെ എങ്ങനെ റിസീവ് ചെയ്യും, പേരൻസ് കുട്ടികളെ കൊണ്ട് വിടുമോ എന്നുള്ളതൊക്കെ. അത് ഒരു ശരിക്കും പറഞ്ഞാൽ ആരോട് ചോദിക്കാനില്ല, ആരെയും നമുക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ ഇല്ല. അതായിരുന്നു കൂടുതൽ പ്രോബ്ലമാറ്റിക്. ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ ശരി, ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ ഇത്രയും വർഷം ജോലി ചെയ്തു, ഞാൻ പൈസ ഉണ്ടാക്കിയപ്പോ എനിക്ക് വലിയൊരു ബേർഡൻ വന്നില്ല അവിടെ. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങള് നമുക്ക് ഈ മെമ്പേഴ്സിനോടും കൂടി ചോദിക്കാം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഒരുപാട് നല്ല അനുഭവങ്ങൾ എന്തായാലും അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ എന്തായാലും ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായി കാണും. അതിനു മുമ്പായിട്ട് ഇവിടെ പൊതുവെ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് കൂടുതലായിട്ടും ഇവിടെ ഇവന്റ്സ് ഉള്ളത്, ക്ലാസ്സസ് ഉള്ളത്, സെഷൻസ് ഉള്ളതൊക്കെ. അപ്പം എങ്ങനെയാണ്? സോ കുട്ടികൾക്കായിട്ട് നമ്മൾ 2 ഏജ് ഗ്രൂപ്പ് ആയിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഒന്ന് പറയുമ്പോൾ 4 തൊട്ട് 8 വയസ്സുള്ള കുട്ടികൾക്ക് സ്റ്റോറി ആറിനൊരു സെഷൻ ഉണ്ട്. അപ്പോൾ 1 മണിക്കൂറിൽ അവർക്ക് ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷനും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റായിട്ട് ബുക്സ് വായിച്ച് അവരുടെ ഇപ്പോൾ ഒരു സെഷൻ നടത്താറുണ്ട്. കുറെ ഗെയിംസ് ഒക്കെ കളിച്ച് അവർക്ക് പതുക്കെ വേർഡ്സിൽ ഫ്ലുവൻസി കൊണ്ടുവരാം, ബുക്സിനോടൊരു താല്പര്യം ഉണ്ടാവുക, സ്റ്റോറീസിനോടൊരു താല്പര്യം ഉണ്ടാവുക, അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാൻ പഠിക്കുക. അങ്ങനത്തെ വേണ്ടിയിട്ടായിട്ട് സ്റ്റോറി ആറിനൊരു സെഷൻ ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ടാലൻസ് ആൻഡ് ടീൽസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അതെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി വലിയ കുട്ടികൾക്കായിട്ട് ഒരു 8 തൊട്ട് 14 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അപ്പം അതിൽ വി ഫോക്കസ് ഓൺ റീഡിംഗ് ഇൻ ദ ഫസ്റ്റ് അവർ. ഒരു ബുക്ക് ക്ലബ്ബ് പോലെ നമ്മളിരുന്ന് അവരുടെ കൂടെ ബുക്ക് വായിക്കും. ബുക്ക് വായിക്കുന്ന വാക്കിന് വി ആസ്ക് സം ക്വസ്റ്റ്യൻസ്. ഇപ്പം ഒരു ക്യാരക്ടർ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ബിഹേവ് ചെയ്തത്, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ എങ്ങനെ റിയാക്ട് ചെയ്യുമായിരുന്നു, അങ്ങനെ അവരെ വിട്ട് കുറച്ചും കൂടി ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങും അനാലിസിസും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അവറിൽ നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്. സെക്കൻഡ് അവറിൽ നമ്മൾ എല്ലാ മാസവും ഒരു സോഫ്റ്റ് സ്കിൽ പിക്കപ്പ് ചെയ്യും. ഇപ്പം അർച്ചനയും ഞാനും പലരും പുറത്തുനിന്നൊക്കെ പഠിച്ചിട്ട് വന്നവർക്ക് നമ്മുടെ സ്കൂളുകളിലായാലും കോമ്പറ്റീഷൻസിന് പോയാലും പുറത്തുനിന്ന് ഒരു ഇന്ററാക്ഷൻ ഉണ്ട്, കുറച്ചും കൂടി ഒരു എക്സ്പോഷർ ഉണ്ട്.
അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ക്രിയേറ്റീവ് റൈറ്റിംഗും പബ്ലിക് സ്പീക്കിംഗും അല്ലാതെ മാനേജ്മെന്റ് ഓർഗനൈസേഷൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്കിൽസ് കുഞ്ഞതിലെ തൊട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ദ സെക്കൻഡ് അവർ ഫോക്കസസ് ഓൺ ദാറ്റ്. ഈ 2 പ്രോഗ്രാംസ് ആണ് നമ്മൾ കുട്ടികൾക്കായിട്ട് ചെയ്യാറുള്ളത്. പിന്നെ പേരന്റ്സിന് വേണ്ടിയിട്ടുള്ള സെഷൻസും ഉണ്ടല്ലേ? പിന്നെ പേരന്റ്സിനും കൂടിയിട്ട് ചെയ്യാറുണ്ട്. അത് നമ്മൾ കുട്ടികളുടെ സെഷൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് പേരന്റ്സ് ചോദിച്ചു തുടങ്ങി നമുക്കും കൂടി ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ, ഇവിടെ എന്തെങ്കിലും ചെയ്തു തുടങ്ങാൻ പറ്റുമോ. അങ്ങനെ പതുക്കെ പതുക്കെ ബിൽഡപ്പായി നമ്മളിപ്പം പല കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഇവിടെ സെഷൻസ് എടുക്കാറുണ്ട്. പേരൻസ് മാത്രമല്ല കേട്ടോ, എല്ലാ അഡൾട്ട്സിനും വരാം, പേരൻസ് അല്ലെങ്കിലും. പേരന്റ്സ് അല്ലെങ്കിൽ ഇവിടെ വരാമെന്ന്. അപ്പം നമ്മള് വിമൻസ് ഡേയുടെ ഒരു ഇതിലാണ് നിൽക്കുന്നത്, അറിയാലോ. അപ്പം ഈ എഴുത്ത്, വായന, സാഹിത്യം, സ്ത്രീകൾ വലിയ നമ്മൾ എത്ര സംസാരിച്ചാലും തീരാത്ത ഒരു ടോപ്പിക്കാണ്. നമുക്ക് തന്നെ അറിയാം, അതായത് സ്ത്രീകൾ സാഹിത്യ മേഖലയിലേക്കൊക്കെ ഏത് കാലം മുതലാണ് എത്തിത്തുടങ്ങിയതെന്നും ഇപ്പോഴും അവരുടെ നമ്പേഴ്സ് എത്രയുണ്ട് എന്നുള്ളതും. അപ്പം ഈ സ്ത്രീകളെയും സാഹിത്യത്തെയും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ റീഡിംഗ് റൂമുമായിട്ട് തന്നെ തുടങ്ങാം. ഈ റീഡിംഗ് റൂമിലേക്ക് വരുന്ന സ്ത്രീകളുടെ എണ്ണം എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു റീഡിംഗ് ഹാബിറ്റ് എങ്ങനെയാണ്? ഈ ഒരുപാട് തിരക്കുകൾക്കിടയിൽ ആയിരിക്കും അവരിവിടേക്ക് ഓടിയെത്തുന്നത്. അപ്പം അവരുടെ ആ ഒരു റുട്ടീനും ഹാബിറ്റും ഒക്കെ എങ്ങനെയാണ്? ഒരുപാട് സ്ത്രീകൾ വരാറുണ്ടോ ഇങ്ങോട്ട്? സ്ത്രീകൾ വരാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഇവന്റ്, ഒരു കമ്മ്യൂണിറ്റി ഇവന്റ്, ഇപ്പൊ ഒരു ഡിബേറ്റ് ഇവന്റ് ആണെങ്കിലും മൂവി ഇവന്റ് ആണെങ്കിലും ഒക്കെ ഞങ്ങൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്പർ അല്ല. കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതും എപ്പോ വേണമെങ്കിലും ഓടി വരാൻ പറ്റുന്നതും കൂടുതൽ ആണുങ്ങൾക്ക് തന്നെയാണ്. ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് ഈക്വൽ നമ്പർ ഓഫ് വിമൻ ഇൻ, അല്ലെ, മോസ്റ്റ് ഓഫ് ആർ ഇവന്റ്സ്. അങ്ങനെയല്ല, വരുന്ന ആൾക്കാരുണ്ട്, വരുന്നവര് റെഗുലർ ആയിട്ട് വരികയും ചെയ്യും. പക്ഷെ അതിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ സൊസൈറ്റിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ കുറെ ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾ, പിള്ളേരെ കാര്യങ്ങൾ നോക്കി അല്ലെങ്കിൽ അതെല്ലാം നോക്കി ഒതുക്കി മാറ്റി വെച്ചിട്ട് അത്രയും ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് വരാൻ പറ്റാറില്ല ആസ് മച്ച് ആസ് ആണുങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതേ സമയത്ത് കുട്ടികളെ കൊണ്ടുവരുന്നത് ഇവിടെ കൊണ്ടുവന്ന്, അപ്പൊ ഞങ്ങൾക്ക് മുകളിലൊരു സ്റ്റഡി സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പൊ പിള്ളേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ മുകളിലിരുന്ന് ലാപ്ടോപ്പ് തുറന്ന് ജോലി ചെയ്തിട്ട് പിന്നെ അവരെ വിളിച്ചുകൊണ്ട് പോകുന്ന കുറെ അമ്മമാരുണ്ട്. അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. അവര് പതുക്കെ വന്ന് നമ്മളോട് സംസാരിച്ച് ഇതിന്റെ ഒരു ഭാഗമാവുന്ന. പക്ഷെ ഇവന്റ്സ് നോക്കുവാണെങ്കിൽ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആണുങ്ങൾക്കാണ്. അത് പൊതുവെ അങ്ങനെ തന്നെയാണല്ലോ. സ്ത്രീകളെ സംബന്ധിച്ച് ഇതുപോലുള്ള കലയായിക്കോട്ടെ സാഹിത്യം ആയിക്കോട്ടെ ഇതെല്ലാം സെക്കൻഡറി ആയിട്ടാണ് എപ്പോഴും വരുന്നത്. അതിന് മറ്റെല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാമെന്നുള്ളത് ശരിയാണ്. അതുണ്ട്, ഡിഫറൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇപ്പൊ ഇവരുടെയൊക്കെ ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറേയും കൂടി എനിക്ക് തോന്നുന്നു പിള്ളേർ ഇപ്പം കുറേയും കൂടി ഇൻഡിപെൻഡന്റ് ആണ്. അവർ അവരുടെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് നേരത്തെ തന്നെ. ഇപ്പൊ കോളേജിലാണെങ്കിലും കോളേജ് കഴിഞ്ഞ് ജസ്റ്റ് വർക്ക് ചെയ്ത് തുടങ്ങിയാണെങ്കിലും എനിക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് പതുക്കെ പതുക്കെ. അതിനകത്ത് തെറ്റില്ല, ഞാൻ സെൽഫിഷ് ആവുകയല്ല, ഞാൻ എന്റെ കാര്യം നോക്കിയാൽ എന്നൊരു മൈൻഡ് സെറ്റ് മാറി വരുന്നത് നമുക്ക് കാണാം. ഈ സെൽഫ് ലവ് എന്നുള്ളൊരു ആസ്പെക്ട് അതിനകത്ത് വരുന്നത്. ഇപ്പൊ ഞാൻ രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എനിക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം ഒരു 2 മണിക്കൂർ മാറ്റി വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ആ ഡിഫറൻസ് ഇപ്പോഴും കാണുന്നത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഏജ് ഗ്രൂപ്പിലാണ് കൂടുതൽ. കുറച്ചും കൂടി ഇപ്പൊ ഓൾഡ്, ഇപ്പൊ എന്റെ ജനറേഷനിൽ ഇപ്പൊ പേരൻസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ ഉണ്ട്. അതെ, നമ്മൾക്കും നമ്മുടെ ആ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. എവിടെയോ നമുക്കൊരു ഗിൽറ്റ് തോന്നും, ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന സമയമല്ലേ ഇത്, അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് ചെയ്യാൻ ഒരു മടി ഉണ്ട് ഇപ്പോഴും. തീർച്ചയായും. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ കൂടുതൽ ഈ റീഡിംഗ് റൂമിൽ വന്നതിന് ശേഷം ഇവർക്കുണ്ടായ മാറ്റങ്ങളൊന്ന് ചോദിച്ചറിയണമല്ലോ. അപ്പം എത്ര വർഷമായി? 4 വർഷമായിട്ടോ ഇവിടെ പാർട്ടായിട്ട്? I've been coming here for a few months actually. കുറച്ച് മാസങ്ങളായിട്ട്. And it's a huge regret to me that I didn't come നേരത്തെ വരാൻ പറ്റില്ലല്ലോ. The first 2 times I came here, I went to both Gayatri and Archana and I thanked them for the space because it was something I didn't experience before. So I've been reading since I was a kid. My grandmother was an English teacher, so I grew up reading. But then I lost that reading habit in high school and college because എന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് റീഡിംഗ് പ്രയോറിറ്റി അല്ലായിരുന്നു for people my age. So coming here sort of reintroduced me to people who love reading, people my age who love reading, who love debating, who love watching movies and movie analysis and stuff like that. So it's an exclusive sort of space to be a part of a community that not only fosters intellectual sort of growth but also social growth within a community, because I think introverts, creative people, artists, readers can be kind of self-isolated, like you kind of sit at home, read, sit at home, draw, whatever. So it's really nice to have a community where you can all come together, socialize, meet like-minded people and
Yeah, I come here every Sunday for the debate club, and now I look forward to Sundays. നമ്മളിപ്പം ഈ റീഡിംഗ് ഹാബിറ്റ് പലപ്പോഴും പല നമ്മുടെ പ്രായത്തിന്റെയും, അതായത് നമ്മുടെ ജോലി തിരക്ക്, പഠനത്തിന്റെ തിരക്കായിട്ടൊക്കെ പലർക്കും കൈമോശം വന്നു പോവുകയാണ് ചെയ്യാറ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ റീഡിങ്ങിനായിട്ട് ഒരു പർട്ടിക്കുലർ ഡേ, നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുന്നത് പോലെ അല്ലേ, ഒരു പർട്ടിക്കുലർ ടൈം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം, ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ ഒരു പോസിറ്റീവ് മാറ്റം. ഓക്കെ, ബേസിക്കലി ഞാൻ ചെറുപ്പം തൊട്ടേ വായിക്കാറുണ്ട്. എന്റെ ഒരു കസിൻ ആണ് ഫാത്തിമ എന്ന് പറയും. പുള്ളിക്കാരി ആണ് ഫേമസ് 5 വായിച്ചു തുടങ്ങി എന്നോട് കഥ പറഞ്ഞു തരും. അപ്പൊ നമ്മൾ കഥ കേട്ടിരുന്ന് അങ്ങനെ വായിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ശേഷം എന്റെ ഫാമിലിയിൽ വേറെ ആരും അങ്ങനെ വായിക്കുന്നതായിട്ട് എനിക്ക് അറിവില്ല. എല്ലാവരും ലൈക്ക് എഞ്ചിനീയേഴ്സ് ആണ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണ്, അങ്ങനത്തെ പ്രൊഫഷണൽ ഫീൽഡിലുള്ളവരാണ്. ഞാൻ പിന്നെ ലിറ്ററേച്ചറിലേക്ക് എന്റെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ നമ്മള് പഠിക്കുമ്പോഴാണെങ്കിലും ലിറ്ററേച്ചർ അല്ലേ, ചുമ്മാ ബുക്ക് വായിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ബട്ട് ലേറ്റർ നമ്മൾ ഡിബേറ്റ്സിന് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ യൂണിയനിൽ കയറുന്നു, നമ്മൾ ഒരു പല ഇവന്റ്സിൽ നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കുട്ടികളുടെ കൂടെ ഇരിക്കുന്നു. ഇപ്പൊ എനിക്കൊരു അനിയനുണ്ട്, അപ്പൊ അവന്റെ കൂടെ കഥ പറയുമ്പോഴും അവനെ ഹെൽപ്പ് ചെയ്യുമ്പോഴും ഒക്കെ ആൾക്കാർക്ക് മനസ്സിലാവും. ലേറ്റർ ഞാനൊരു 2 ഇയേഴ്സ് ആയിട്ട് ഞാൻ വായനയൊക്കെ കുറഞ്ഞു, വായിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഒരു വെരി സൺഷൈൻ മൊമെന്റ് എന്ന് പറയുന്ന പോലെയാണ് ഞാനിങ്ങനെ റീഡിംഗ് റൂമിനെ കുറിച്ച് അറിഞ്ഞത്. ആൻഡ് ദെൻ ഐ കെയിം ഹിയർ. സീരിയസ്ലി ഞാൻ തെറപ്പിക്ക് കൊടുക്കുന്ന കക്ഷി ഞാൻ ഇവിടെ വന്നാൽ മതി. ലൈക്ക് ഞാൻ ഇവിടെ വരുന്നു, വായിക്കുന്നു, കുറെ നാളായിട്ട് വായിക്കാത്ത വീണ്ടും ബുക്സ് എടുത്ത് വായിക്കുന്നു, ഇവിടെ നിന്ന് സംസാരിക്കുന്നു, പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു. ഐ ട്രൈഡ് ബച്ചാത്ത ഡാൻസിങ് ലാസ്റ്റ് സൺഡേ. അപ്പൊ അങ്ങനെ പുതിയ കാര്യങ്ങൾ, പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു. ഇപ്പൊ ലൈക്ക് അർച്ചന ആയിക്കോട്ടെ, ജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടെ വരുന്ന പാരന്റ്സ്, അവര് വളർന്ന രീതി, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. പിന്നെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ വരുന്ന ആൾക്കാർ, അവരുടെ മെന്റൽ ട്രോമാസ് പറയുന്ന ആൾക്കാര്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു കൊളാബറേഷൻ, ഒരു സോളിഡാരിറ്റി പ്രഖ്യാപിക്കുന്ന പോലെയാണ്. ഓക്കെ, നമുക്ക് ആൾക്കാരുണ്ടല്ലോ എന്നോ. അപ്പം ഇവിടെ വന്നതിന് ശേഷം, അതായത് ഇപ്പം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു ബുക്ക് വായിക്കുക, റീഡിംഗ് റൂമിന്റെ ആ ഒരു സ്പേസ് യൂസ് ചെയ്യുക എന്നതിനപ്പുറം ഇതുപോലെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം ലൈഫ് എന്നൊരു ചേഞ്ച് ആയ ഒരു സമയമാണ് ഇതെന്നുള്ളത് നമ്മൾ ഇത്രയും പേരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി. അപ്പം ഇവിടെ വന്നിട്ടുള്ള ഒരു മാറ്റം എങ്ങനെയാണ്? ഞാനും ഈ പറഞ്ഞതുപോലെ ഒരു ലൈഫിൽ നമ്മൾ സ്റ്റക്കായിട്ടിരുന്ന ഒരു മൊമെന്റ് ഉണ്ട്. എല്ലാവരുടെ ജീവിതത്തിലും വരും, ഒരു ട്രാൻസിഷൻ പീരിയഡ് ഉണ്ടാവും നമ്മൾ. കാരണം ഞാൻ കോളേജിലായിരുന്ന സമയത്ത് ഞാൻ നല്ലപോലെ വായിച്ചിട്ടുണ്ട്. ഞാൻ MSc ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ കോളേജിൽ അത്യാവശ്യം നല്ലപോലെ ബുക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഐ യൂസ് ടു റീഡ്. അപ്പൊ അസൈൻമെന്റ്സിന് പോയി ബുക്ക് എടുക്കുമ്പോഴാണെങ്കിലും എടുക്കുന്ന ഇപ്പൊ ഒരു 5 ബുക്ക് ടോട്ടൽ എടുക്കണമെങ്കിൽ അതിൽ ഒരു ബുക്ക് വായിക്കാനുള്ളതായിരിക്കും. നോട്ട് ഫോർ സ്റ്റഡി പർപ്പസ്, അല്ലാണ്ട് വായിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും നാട്ടിൽ വന്ന സമയത്ത് ഐ ലോസ്റ്റ് ടച്ച്. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്താണ് ഇവരുടെ ഒരു പോയട്രി ഇവന്റ്, ഓപ്പൺ മൈക്ക് ഇവന്റ് ഞാൻ കണ്ടത്. അതിലൊരു തീം അവർ തന്നിട്ടുണ്ട്, നമുക്ക് എഴുതിയിട്ട് വരാം. അപ്പൊ ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു എന്താണ്, ബട്ട് ഐ വെന്റ് ആൻഡ് രജിസ്റ്റേർഡ്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ഇവരെയൊക്കെ കണ്ടു. അന്നത്തെ ആ ഇവന്റ് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ബ്രേക്കിംഗ് മൊമെന്റ്. ലൈക്ക് നമ്മളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന കുറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂടി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. ആ ഒരു ഇതെന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ ആയിരുന്നു. കുറച്ചൊരു പുതിയൊരു കാര്യം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറെ നാളുള്ളിൽ പോയിംസ് എഴുതുമെങ്കിൽ അത് ആരുടെ മുന്നിലും കാണിക്കാറില്ല, അടച്ചു വെക്കുന്നതാണ്. അന്ന് കിട്ടിയ ഒരു ധൈര്യത്തിൽ നമ്മളത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പം അതേപോലുള്ള ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. ആൻഡ് ഇവരുടെ അടുത്ത് അത് കഴിഞ്ഞ സെഷൻ കഴിഞ്ഞ് നമ്മൾ കുറെ നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഉള്ള ഡിഫറൻസ്, പുതിയ കാര്യങ്ങൾ മനസ്സിലാൻ പറ്റും, അവരുടെ വ്യൂ പോയിന്റ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഒരു തോട്ട് പ്രോസസ്സിങ് ആക്ച്വലി വലുതാവും. നമ്മൾ കുറച്ചും കൂടി ഒക്കെ ഉൾക്കൊള്ളാനും പഠിക്കും, നമ്മളുടെ ചിന്താഗതി അതിനനുസരിച്ച് മാറും. നമ്മുടെ ഈ കോൺഫിഡൻസ് ഈ വായനയിലൂടെ ഇവിടെ വന്നിട്ടുള്ള പല സെഷനിലൂടെ എങ്ങനെ മാറുന്നു എന്നതിനെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. അപ്പൊ നമ്മൾ പൊതുവെ അർച്ചന, ഈ നമ്മള് ബുക്ക് വേം ആയി കഴിഞ്ഞാല് ഭയങ്കര ഇൻട്രോവേർട്ട് ആയി പോവും, നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ പോകും, നമ്മൾ എപ്പോഴും ഒരു റൂമിനുള്ളിൽ ഒതുങ്ങിക്കൂടും എന്നുള്ളതാണ് പൊതുവെ ഇപ്പോഴും അങ്ങനെ ധാരണയുള്ള ആളുകളുണ്ട് കേട്ടോ.
എന്തുകൊണ്ട് വായിക്കണം? ഈ വായിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ വായിക്കാണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്, അവര് സക്സസ്ഫുള്ളും ആവുന്നുണ്ട്. ചിലപ്പോ അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ വായിക്കുന്നത് കൊണ്ട് കുറച്ച് അഡ്വാൻറ്റേജസ് എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ, ഒന്ന് ലാംഗ്വേജ്. നമ്മളിപ്പോ പിള്ളേരോട് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നത് നമ്മുടെ വൊക്കാബുലറി, നമ്മുടെ ലാംഗ്വേജ്. നമ്മളിപ്പോ ലൈഫിൽ എന്ത് ജോലി ചെയ്യുന്നു, ഇപ്പൊ നേരത്തെ ഹൻസ പറഞ്ഞ പോലെ ഇപ്പം ഡോക്ടേഴ്സ് ആണ്, എഞ്ചിനീയേഴ്സ്. ഞാനിപ്പോ ഒരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തു, കുറെ 10-12 വർഷം ഞാൻ ഒരു പ്രോജക്ട് മാനേജർ ആയിരുന്നു. ഇപ്പൊ എന്റെ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ ആണ്. ആൾക്കാരോട് സംസാരിക്കുക, ആൾക്കാരുടെ അടുത്ത് ഫോളോ അപ്പ് ചെയ്യുക, വർക്ക് ചെയ്യിപ്പിക്കുക, എന്തുകൊണ്ട് നടക്കുന്നില്ല അങ്ങനെ. അപ്പൊ നമുക്ക് ആ ലാംഗ്വേജ് നമ്മളുടെ ബെനിഫിറ്റിന് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ പറയുന്നത് തെറ്റിപ്പോവാൻ പാടില്ല, അല്ലെങ്കിൽ റൂഡ് ആവാൻ പാടില്ല, പക്ഷെ അതിനൊരു ഇമ്പാക്ട് ഉണ്ടാവണം. അതൊരു ഭയങ്കര വലിയ കാര്യമാണ്. പിന്നെ ഉള്ളൊരു കാര്യം തന്നെ, നമ്മളൊരു എന്താ പറയാ, ഒരു കുഞ്ഞു സ്ഥലം, നമ്മൾ എല്ലാവർക്കും നമ്മുടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ വളരുന്ന ഒരു സ്ഥലം, നമ്മുടെ ചുറ്റും ഉള്ള ആൾക്കാര്, അതല്ലാണ്ട് വെളിയിലൊരു ലോകമുണ്ട്. എല്ലായിടത്തും നമ്മളിപ്പോ പല പല ബുക്ക് വായിക്കുമ്പോഴും, ഇപ്പൊ ഞാൻ ആദ്യം വായിച്ചിരിക്കും, എനിക്ക് ഭയങ്കര ഇമ്പാക്ട് ആയിട്ട് കുഞ്ഞിലേ തൊട്ട് ഞാൻ വായന എന്നുള്ളൊരു ശീലത്തിലൂടെ കയറുന്നതിനാ ഫേമസ് 5 എനിഡ് ബ്ലൈറ്റിന്റെ ബുക്സ് തന്നെയാണ്. അപ്പം എനിഡ് ബ്ലൈറ്റിന്റെ ബുക്സ് വായിച്ചപ്പോഴത്തേനും എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ, ഓക്കെ, ഞാൻ ഒറ്റയ്ക്കല്ല, ഇങ്ങനെ വേറെ പിള്ളേരുണ്ട്, അവർക്ക് അവരുടെ ലൈഫ് ഉണ്ട്, അഡ്വെഞ്ചേഴ്സ് ഉണ്ട്, ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് ഒത്തിരി ഒരു കോൺഫിഡൻസ് ശരിക്കും വരും എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ നമ്മളിപ്പോ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ അങ്കിൾസ്, ആൻസ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് പറയുന്നതാണ് നമ്മളുടെ ലോകം. അപ്പൊ അതിനകത്ത് അല്ലാണ്ട് നമുക്ക് പല കാര്യങ്ങളും ഡിഫറെന്റ് ആയിട്ട് കാണാം, ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാം. ഇത് മാത്രമല്ല, ഇതിന് മേളില് നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്, ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിന് നമുക്കൊരു വേറെ ഒരു സൈഡ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി നമ്മുടെ മൈൻഡ് ഓപ്പൺ ചെയ്യുന്നത് റീഡിംഗ് ആണ്. പിന്നെ വേറെ ഒരു കാര്യം, ഒരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് സന പറഞ്ഞെന്ന് വെച്ചാല്, ഞാനൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും അത് നമ്മൾക്ക് ഏറ്റവും നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. പുറത്തു പോയി കളിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വായിക്കുകയാണ് മോസ്റ്റ്ലി. സ്കൂളിൽ ഡിസ്കസ് ചെയ്യുന്നു ബുക്സ്, എല്ലാവരും ബുക്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. എന്റെ കയ്യിൽ ഇപ്പൊ ഫേമസ് 5 ഇതുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്. അപ്പൊ നമ്മൾ അതും ഒരു കമ്മ്യൂണിറ്റി ആവാണ്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാവാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ലോകത്തെ പിള്ളേർക്ക് വായിക്കണമെന്ന് പറഞ്ഞാൽ അവരൊരു നേർഡാണ്. കൂൾ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അവര് വീഡിയോ ഗെയിംസ് കളിക്കുന്നു, അങ്ങനെ മോളിൽ പോണു. അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ റീഡിംഗ് റൂമിൽ ഞാൻ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്, വി ആർ ട്രൈങ് ടു മേക്ക് റീഡിംഗ് കൂൾ അല്ലെ. ഇപ്പൊ ഇവിടെ വരുമ്പം നിങ്ങൾ കാണുന്ന ബാക്കി എല്ലാ പിള്ളേരും നിങ്ങളെ പോലെ തന്നെ വായിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള ബുക്സിനെ പറ്റി സംസാരിക്കുന്നു. അപ്പം ദേ ഡോണ്ട് ഫീൽ ഓക്കെ വായന എന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ ഒരു സാധനമാണെന്നുള്ളത്. അതിനകത്ത് അവർക്കൊരു ബിലോങ്ങിങ് വരുന്നു, ഒരു കോൺഫിഡൻസ് വരുന്നു, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കുറെ ഒരു കാര്യം കിട്ടുന്നു. പിന്നെ വായനയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്ന ഒരു കാര്യം എംപത്തിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഒരു ബുക്കിന്റെ പേജില് കുറെ ലെറ്റേഴ്സ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പടമില്ല, ആൾക്കാരില്ല, എക്സ്പ്രഷൻ ഇല്ല, വീഡിയോ ഇല്ല, മുഖമില്ല. ആ വേർഡ്സ് വായിച്ച് നമുക്ക് ആ ക്യാരക്ടറിനോട് ഒത്തിരി എംപത്തി തോന്നും ഇല്ലേ. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അയ്യോ എനിക്ക് പേടിയാവുന്നു, അയ്യോ ഇത് ചെയ്യല്ലേ. നമുക്ക് അവരോട് ഭയങ്കര ഒരു അറ്റാച്ച്. നമുക്ക് കുറെ വേർഡ്സിനോട് മാത്രം അത്ര എംപത്തി തോന്നാമെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ ഹ്യൂമൻ ബീങ്സിനോട് സംസാരിക്കുമ്പോൾ ഐ ഫീൽ ലൈക്ക് ആ ഒരു കൈൻഡ്നെസ്സും എംപത്തിയും നമുക്ക് കുറച്ചും കൂടി കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അഡ്വാൻറ്റേജസ് എനിക്ക് കുറേ തോന്നുന്നു. ലോകം എന്താണ്, വാട്ട് ഈസ് എ വേൾഡ്, വാട്ട് വാസ് ഹിസ്റ്ററി, കൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ നടന്നത്, ഇതൊക്കെ അറിയുന്നത് എനിക്ക് തോന്നുന്നു ആസ് എ ഹ്യൂമൻ ബീങ് നമ്മളെ കുറേയും കൂടി സ്പിരിച്വൽ ആക്കും, കുറേയും കൂടി ഓപ്പൺ ആക്കും. തീർച്ചയായും. പിന്നെ നമ്മുടെ ലോകത്ത് നമ്മള് അത്ര വലിയ കാര്യമല്ല, നമ്മുടെ പ്രശ്നങ്ങളും അത്ര വലുതല്ല എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പൊ പല രീതിയിലും അഡ്വാൻറ്റേജ് ഉണ്ട്. കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ലോകം കാണുകയാണ് പുസ്തകങ്ങളിലൂടെ, ഒരുപാട് ആളുകളെ കാണുകയാണ്, അവരുടെ അനുഭവങ്ങൾ അറിയുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഏറ്റവും വലിയ ടീച്ചർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാം സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ബുക്സിൽ കാണുന്ന എനിക്ക് കിട്ടുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെ നമുക്ക് വേറെ ആൾക്കാരുടെ എക്സ്പീരിയൻസസിലൂടെ പഠിക്കാൻ പറ്റും. തീർച്ചയായും. അർച്ചന, ഞാൻ അവസാനമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, അതായത് അർച്ചന പല തരത്തിലും ഒരു എക്സാമ്പിൾ ആണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ. അതായത് സ്വന്തം പാഷന്റെ പുറകെ പോയി പാഷനെ പ്രൊഫഷനാക്കി മാറ്റുക, അതൊക്കെ ഒരു റിസ്കി ടാസ്ക് ആയിരുന്നു തുടക്കഘട്ടത്തിലും ഇപ്പോഴും. ഇത് റൺ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത് അത്ര നിസ്സാരമായുള്ള കാര്യമല്ല. അപ്പം അങ്ങനെ അതുപോലെ സെൽഫ് ലവിനെ കുറിച്ച് ഇങ്ങനെ സ്ത്രീകൾ ഒരു സ്പേസ് കണ്ടെത്തണം, അവർക്ക് വേണ്ടിയിട്ടൊരു സമയം മാറ്റിവെക്കണം എന്ന ഒരുപാട് ആശയങ്ങൾ, സന്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് ഈ ഒരു റീഡിംഗ് റൂം എന്നുള്ളത് ഹോൾ കോൺസെപ്റ്റിലൂടെ അർച്ചന. അപ്പം ഇനിയും ഒരു പക്ഷേ
പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും, പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. അവരോട് എന്താണ് ഒരൊറ്റ ലൈനിൽ പറയാനുള്ളത്? ഞാൻ എപ്പോഴും എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഒരു പോയിന്റിൽ എത്തുന്നതും ഒന്നാമത് ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ കൂടെ നിൽക്കാനുള്ള ആൾക്കാരുണ്ടാവണം. നമ്മളുടെ ഫസ്റ്റ് തിങ് നമ്മളുടെ കൂടെ നമ്മളുടെ ട്രൈബിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒത്തിരി നമ്മൾ ലൈഫിൽ പല കാര്യങ്ങളും ഫേസ് ചെയ്ത് പല എക്സ്പീരിയൻസസ് ചെയ്ത് വരുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി തകർന്നിരിക്കുമ്പോഴായിരിക്കും ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു പോയിന്റിലായിരിക്കും നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ആശയം വരുന്നതോ എന്തെങ്കിലും ചെയ്യുന്നത്. പക്ഷെ എനിക്കൊരു ഫീലിംഗ് തന്നെ, നമ്മൾ കംപ്ലീറ്റ്ലി സെൽഫ് സാക്രിഫിഷ്യൽ ആയിട്ട് നമ്മൾ ആൾക്കാരെ സെർവ് ചെയ്യാൻ നോക്കുമ്പോൾ, അത് പിള്ളേരാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ഇൻലോസ് ആണെങ്കിലും ആരാണെങ്കിലും, നമ്മൾ അവിടെ അങ്ങ് ഇല്ലാണ്ടാവുകയാണ്. നമുക്ക് വേറെ ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആദ്യം നമ്മളെ സ്ട്രോങ് ആക്കണം. സോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ലൈൻ അതാ, യു കാൺ പോർ ഫ്രോം എൻ എംപ്റ്റി ജഗ്. അപ്പൊ നമ്മൾ നമ്മളുടെ ജഗ് ഓഫ് ഹാപ്പിനെസ് ആണോ, കോൺഫിഡൻസ് ആണോ, ഞാൻ ഇന്ന് രാവിലെ എണീക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളൊരു സ്ട്രെങ്ത് ആണെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്താൽ അത് സെൽഫിഷ് അല്ല. ഇൻഫാക്ട് അത് കാരണം നമുക്ക് നമ്മളുടെ പിള്ളേരെ, നമ്മളുടെ ഫാമിലിനെ, നമ്മളുടെ കമ്മ്യൂണിറ്റിനെ ബെറ്റർ ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എംപ്റ്റി ആയിട്ട് തകർന്നിരിക്കുമ്പോൾ നമുക്ക് അത്രയും നല്ലതായിട്ട് അങ്ങോട്ട് കൊടുക്കാനും പറ്റൂല. സോ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്, ഫോളോയിങ് യുവർ പാഷൻ, ടേക്കിംഗ് സം ടൈം ഒന്ന് സെൽഫ് കെയറിനാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സെൽഫിഷ്, ഇറ്റ് ഈസ് നോട്ട് ഈവൻ ദാറ്റ് ഹെൽപ്സ് അതർ പീപ്പിൾ. അപ്പൊ പല പ്രാവശ്യം പല ലേഡീസ് അത് ചെയ്യാത്തതിന് ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ സെൽഫിഷ് ആവുക എന്നൊരു ഗിൽറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അല്ല, അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ പോലും അങ്ങനെയല്ല. ഒന്നാമത് നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ, ആസ് എ മദർ, ആസ് എനിബഡി, ആസ് എ കൊലീഗ്, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കുറേം കൂടി വേറെ ആൾക്കാരെ കുറേം കൂടി ഹാപ്പി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായും. അപ്പം താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിന്. അപ്പം എല്ലാവർക്കും വലിയൊരു താങ്ക് യു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതേപോലെ സമൂഹത്തില് തന്റേതായ ഒരു ഇടം കണ്ടെത്തുന്ന, സിഗ്നേച്ചർ കയ്യൊപ്പ് ചാർത്തുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ആ സ്ത്രീകളെ എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന, ഓണർ ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പൊ നമ്മളിപ്പോൾ അർച്ചന ഗോപിനാഥിനെ പരിചയപ്പെട്ടു, ദ റീഡിംഗ് റൂം എന്നുള്ള ആ ഒരു പുതിയ കോൺസെപ്റ്റിനെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഗിരിജ ടീച്ചറിന്റെ വീട്ടിലേക്കാണ്, ഗിരിജ ടീച്ചറിന്റെ ഡാൻസ് ക്ലാസ്സിലേക്കാണ്. അവിടെ നിന്ന് ഭവ്യ ചേരും ഒരിടവേളയ്ക്ക് ശേഷം. പോരാട്ടത്തിന്റെ കഥയാണ് ഒഡീഷയിലെ സാന്താൾ ഗോത്രവർഗക്കാരുടേത്. ഒഡീഷയിലെ ഉബർബേദ ഗ്രാമത്തിൽ നിന്ന് റെയ്സാന കുന്നുവരെ എത്തിയ ഒരു പെൺപെരുമയുണ്ട്, ദ്രൗപദി മുർമു. വിവേചനങ്ങളെ മറികടന്ന് പോരാടി മുന്നിലെത്തിയ ഗോത്ര നേതാവ്, ജൂനിയർ ക്ലർക്കായും അധ്യാപികയായും. പിന്നീട് ജോലി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക്. കൗൺസിലർ, MLA, മന്ത്രി, അങ്ങനെ ഭരണപാടവത്തിന്റെ ദ്രൗപദി അധ്യായങ്ങൾ പിറന്നു തുടങ്ങി. വനമേഖലയിലുള്ള സ്വന്തം ഗ്രാമത്തിൽ നദിക്ക് കുറുകെ പാലം നിർമ്മിച്ചപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടത് വർഷങ്ങളായുള്ള ആവശ്യം മാത്രമല്ല, ഇരുൾ വനത്തിലെ ജനതയ്ക്ക് വെളിച്ചത്തിലേക്കുള്ള പാലമായി അത്. 2016 2 ഭൂനിയമങ്ങൾ പൊളിച്ചെഴുതാനുള്ള ജാർഖണ്ഡ് സർക്കാർ നീക്കം വിവേചനാധികാരം ഉപയോഗിച്ച് എതിർത്ത ഗവർണർ. അങ്ങനെ നിശ്ചയദാർഢ്യത്തിന്റെ പുതിയ അധ്യായങ്ങൾ പിറന്നു. വ്യക്തിജീവിതത്തിലെ തീവ്രമായ ദുരനുഭവങ്ങളിലും തളരാത്ത പോരാളിയായി ദ്രൗപദി മുർമു. അവർ രാഷ്ട്രപതി കസേരയിലെത്തിയപ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കൂടിയായി. നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്കറിയാം വനിതാ ദിനമാണ്. ന്യൂസ് 18 സംബന്ധിച്ച വിമൻ 18 ആണ് ഇന്ന്. എല്ലാ പ്രേക്ഷകരെയും, പ്രത്യേകിച്ചും ഞങ്ങളുടെ എല്ലാ വനിതാ പ്രേക്ഷകരെയും മോർണിംഗ് വൈബ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കറിയാം ജീവിതത്തിൽ ഒരുപാട് വിജയിച്ച, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും വനിതാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങട്ടെ. ഞാൻ ഇന്നുള്ളത് തിരുവനന്തപുരത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരിടത്ത്
ഇടത്താണ്. നിങ്ങൾക്ക് തുടക്കത്തിൽ കണ്ടപ്പോൾ തന്നെ ഇതൊരു സൂചന കിട്ടിയിട്ടുണ്ടാകും എവിടെയാണ് ഞാനെന്നുള്ളത്. നമുക്കറിയാം ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ വനിതാ ദിനം കെങ്കേമമാക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് വനിതകളെ കൈപിടിച്ച് മുന്നോട്ട് ഉയർത്തിയ, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്ക് കലയുടെ ആദ്യ അറിവടക്കം പകർന്നു നൽകിയ ഒരിടത്താണ് ഉള്ളത്. നമ്മുടെ സ്വന്തം റിഗാറ്റ നാട്യ സംഗീത കേന്ദ്രയിലാണുള്ളത്. തിരുവനന്തപുരത്താണ് ഈ റിഗാറ്റ നാട്യ സംഗീത കേന്ദ്രമുള്ളത്. ഇവിടെ നമ്മുടെ ഒരു 50 വർഷം അല്ലെ 52 വർഷം ഈ ഒരു നാട്യ കലാകേന്ദ്രയ്ക്ക് പിന്നെ പാരമ്പര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 72 വയസ്സുള്ള, അതാണ് എടുത്തു പറയേണ്ടത്, 72 വയസ്സുള്ള ഒരു അധ്യാപികയാണ് ഇതിന്റെ ഓണർ നടത്തിക്കൊണ്ടു പോകുന്നത്. നമ്മുടെ മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഗിരിജ ടീച്ചർ, ഗിരിജാചന്ദ്രൻ, ശ്രീമതി ഗിരിജാചന്ദ്രൻ എന്നാണ് പേര്. ടീച്ചറെ നമസ്കാരം. ആദ്യം തന്നെ ചോദിച്ചോട്ടെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് സ്ത്രീകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്ക് കല എന്നതിന്റെ ഒരു ആദ്യാക്ഷരം പകർന്നു നൽകിയ ഒരാളാണ് എന്റെ മുൻപിലുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ആയിരക്കണക്കിന് ശിഷ്യരുള്ള ഒരു അധ്യാപികയാണ്. അധ്യാപികയ്ക്ക് മുൻപിലാണ് ഞങ്ങൾ അധ്യാപികയുടെ മകള് നമുക്കൊപ്പമുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. നമുക്ക് അവരിലേക്കൊക്കെ പോകാം, അവരുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. ആദ്യം നമുക്ക് ടീച്ചറിലേക്ക് തന്നെ പോകാം. ടീച്ചറെ, എന്താണ് ഈ ഒരു ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഗഗൻയാനും ബഹിരാകാശ സഞ്ചാരികളും അഭിമാനവും ആഘോഷവുമാകുന്ന കാലമാണ്. ബഹിരാകാശ സ്വപ്നങ്ങൾ കയ്യെത്തും ദൂരത്തെത്തുമ്പോൾ ഈ ദിവസം അവളെ മറക്കാനാകുമോ? സ്കൈ ഇസ് ദ ലിമിറ്റ് എന്ന ജീവിതം കൊണ്ട് കാട്ടിത്തന്ന കൽപ്പന ചൗള. 4-ാം വയസ്സിൽ കടലാസുകൊണ്ട് വിമാനമുണ്ടാക്കി കളിച്ച പെൺകുട്ടി. പ്രായത്തിനൊപ്പം കൽപ്പനയുടെ ആകാശ സ്വപ്നങ്ങളും വളർന്നു. ആ സ്വപ്നങ്ങൾക്ക് ചിറകുവെച്ചത് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്ത ആ ബാച്ചിലെ ഏക പെൺകുട്ടി. വലിയ സാധ്യതകളിൽ നിന്ന് വിമർശിച്ചവർക്ക് പിന്നീട് അവൾ ഒരു വിസ്മയമായി. 2003 ജനുവരി 16-ന് മറ്റ്6 പേർക്കൊപ്പം STS 107 കൊളംബിയ വാഹനത്തിൽ ബഹിരാകാശത്തേക്കുള്ള കൽപ്പനയുടെ യാത്ര. 17 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ചരിത്ര ദൗത്യം. ഇന്നും കണ്ണീരോർമ്മയാണ് കൽപ്പന ചൗള. കെന്നഡി സ്പേസ് സെന്ററിൽ വെഹിക്കിൾ അസംബിൾ ബിൽഡിംഗിലെ ഉപയോഗിക്കാതെ കിടക്കുന്ന വലിയ മുറിയിൽ കൊളംബിയയുടെ അവശിഷ്ടങ്ങൾ ഇന്നുമുണ്ടാകും. ശമ്പളത്തിന്റെ ഭൂരിഭാഗവും പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സംഭാവന ചെയ്ത കൽപ്പന ചൗള. അവളെ എന്തിനു പഠിപ്പിക്കണം എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കൾ ഇന്നുമുണ്ട്. അവർക്കുള്ള ഉത്തരമാണ് നിത്യവും ജ്വലിക്കുന്ന കൽപ്പന ചൗള. നൃത്തവും സംഗീതവും സാഹിത്യവും അക്ഷരശ്ലോകവും കവിതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ആ ഒരു വാസന എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എനിക്ക് ചെറുതിലേ മുതൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ താഴത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ വിളിച്ച് സ്കൂൾ ഡേ, കോട്ടൺ ഹിൽ സ്കൂൾ ഡേക്കൊക്കെ ഓരോ ഇനങ്ങൾ എൻ്റെ ഒരു ഭാവനയ്ക്കനുസരിച്ച് ചിട്ടപ്പെടുത്തി ഞാൻ അന്നേ അവതരിപ്പിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു നർത്തകി എന്നതിലുപരി ഒരു അധ്യാപിക വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ എന്നിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതാണ് ഏറ്റവും താല്പര്യം, പഠിപ്പിക്കുക മുഴുവൻ സമയവും പഠിപ്പിക്കുക എന്നുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് ഞാൻ MA കഴിഞ്ഞ് ഉദ്യോഗമൊക്കെ കിട്ടി എങ്കിൽ പോലും അതെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണം. അതായത് മറ്റ് നമ്മുടെ നാട്ടിലിപ്പം മെഡിസിനും എൻജിനീയറിങ്ങും അല്ലാതെ വേറൊരു പ്രൊഫഷൻ ഇല്ല എന്നുള്ള ഒരു കാലമാണല്ലോ. അപ്പോൾ അതിന് ഒരു മാറ്റം എന്നുള്ള നിലയിൽ ഈ നൃത്തവും സംഗീതവും മാന്യമായ തൊഴിലാക്കി എടുത്താൽ ഏതൊരു തൊഴിലിനെക്കാട്ടി ഉപരി ഭംഗിയായി ജീവിക്കാൻ പറ്റുമെന്ന് തെളിയിക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അനേകം കുട്ടികളെ ഇതിൽ കൂടെ കൈപിടിച്ച് ഒരുപാട് തിലകങ്ങളെയും പ്രതിഭകളെയും ഒക്കെ ഒരുപാട് ഇന്ന് ഭാരതത്തിലെ തന്നെ പ്രധാനമായി പ്രശസ്തരായ ഒരുപാട് നർത്തകരെ വാർത്തെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു എൻ്റെ ഒരു കലാസബരി അനുസ്യൂതം തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും അത് തന്നെ. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീച്ചർ പറഞ്ഞതുപോലെ പ്രശസ്തരായ ഒരുപാട് ആളുകൾ ടീച്ചറുടെ സ്റ്റുഡൻസ് ആണ് എന്നുള്ളത് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകളുമുണ്ട്. ടീച്ചറെ 52 വർഷം കഴിയാൻ പോവുകയാണ് അല്ലേ? ഇതൊരു വല്ലാത്ത ഒരു പ്രയാണം തന്നെയാണല്ലേ? ഇപ്പോഴും അടിപൊളിയായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്.
ഇപ്പോഴും അതേ കുറച്ചും കൂടി സ്ട്രിക്റ്റായി എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യകാലത്തെ അപേക്ഷിച്ച് ഒരുപാട് കർശനമായി ഈ കല യഥാർത്ഥമായ രീതിയിൽ അതിൻ്റെ എല്ലാവിധ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്നെ കുട്ടികൾ പഠിക്കണം എന്നുള്ള ഒരു രീതിയിൽ ഒരു അക്കാഡമിക്കായിട്ടാണ് ഞാൻ എൻ്റെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ വെറുതെ പരിപാടികൾക്ക് വേണ്ടി പഠിപ്പിച്ച് അങ്ങനെയല്ല. അതിൻ്റെ തിയററ്റിക്കൽ വശങ്ങളും കുട്ടികൾ ഓരോരുത്തരും ഒരു 10 വയസ്സായ കുട്ടിയായാലും ഒരു 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ താൻ പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്കുള്ള വൈദഗ്ധ്യത്തോടു കൂടി വരാനായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് കുട്ടികളെ. അങ്ങനെയാണ്. തീർച്ചയായും ടീച്ചറുടെയൊക്കെ ഇനിയും വരണം. ടീച്ചറുടെ കുറെ വിശേഷങ്ങൾ ആരാണ്ട്. അതിനു മുൻപ് ടീച്ചറുടെ മകളും വിദ്യാർത്ഥികളും നമുക്കൊപ്പമുണ്ട്. മകൾ മാധവി ചന്ദ്രൻ ടീച്ചർക്കൊപ്പം നിന്ന് ഈ റിഗ്വാറ്റിയെ കൈപിടിച്ചുയർത്താൻ ടീച്ചർക്ക് തോളോട് ചോൾ ചേർന്ന് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് മാധവി എന്നാണ് തുടക്കം ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞത്. ആയതിനു ചോദിക്കട്ടെ, അമ്മ ഫുൾ ഹാപ്പിയാണ്, ഫുൾ വൈബാണ്. പ്രത്യേകിച്ചും ഈ എടുത്തു പറയേണ്ട കാര്യം 72-ാം വയസ്സിലും ടീച്ചർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം എന്താണ് അമ്മയെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ റിഗ്വാറ്റിയെ കുറിച്ച് എന്താണ് മാധവിക്ക് പറയാനുള്ളത്? റിഗാറ്റ എന്ന് പറയുന്നത് ഇപ്പം അമ്മ പറഞ്ഞ പോലെ ഒരു ഇത്രയും വർഷം കൊണ്ട് അമ്മ കുറച്ച് എല്ലാവരുടെയും ഹെൽപ്പോടെ കൂടെ തന്നെ, പക്ഷെ എന്നാൽ അമ്മയുടെ ആ ഒരു ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക് പറയാതിരിക്കാൻ വയ്യ. ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും ഞാനൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഓടോ ചോദിച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രായം ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. കാരണം നമ്മളൊക്കെ പ്രായത്തിൽ 72 എന്ന് നമ്മൾ പറയുമ്പം നമ്മൾ സത്യം പറയും മമ്മൂക്കയും ടീച്ചറും ഒക്കെ ഒരേ ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് ഈ ഒരു ഇതിനോടുള്ള ഒരു പാഷൻ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നമ്മൾ അസ്റ്റോണിഷ്ഡ് ആകുന്ന ഒരു കാര്യമാണ്. ഇപ്പം പറയാൻ പാടില്ല, ഞാൻ പലപ്പോഴും പക്ഷെ ക്ലാസ് ഒക്കെ എടുത്തിട്ട് വന്നാലും സാറ്റർഡേ സൺഡേ ഒക്കെ ഞങ്ങൾക്ക് രാവിലെ തൊട്ട് ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് വന്ന അമ്മയ്ക്ക് രാത്രി 9 o'clock to 10 to 11 വരെ ഫോറിൻ സ്റ്റുഡൻസിനൊക്കെ ഓൺലൈൻ. പക്ഷെ എന്നാലും ഡാൻസ് എന്നൊരു കാര്യം ഓക്കെ. അപ്പം ശരി, അപ്പം നമുക്ക് ടീച്ചറുടെ വിദ്യാർത്ഥികൾ കൂടി ഉണ്ട്, അവരും കൂടി ഒന്ന് പരിചയപ്പെടാമല്ലോ. എന്താ പേര്? എന്റെ പേര് ഗായത്രി. കുറെ വർഷമായോ പഠിക്കുന്നത്? ഞാൻ 5 വയസ്സ് തൊട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 33 വയസ്സായി. അപ്പൊ 5 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെ നൃത്തം അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ടീച്ചർ തന്നെ ആയിരിക്കുമല്ലോ അല്ലെ റോൾ മോഡൽ? ആ കാര്യം ചോദിക്കേണ്ടല്ലോ. ഉറപ്പായിട്ടും ടീച്ചറും ടീച്ചറുടെ മോൾ മാധവി രണ്ടുപേരും എന്റെ മെന്റേഴ്സ് ആണ്. ടീച്ചറിനെ പറ്റി പറഞ്ഞാല് എന്റെ അമ്മയുടെ ഒരു സ്ഥാനം തന്നെയാണ് ടീച്ചറിനും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ടീച്ചർ എന്ത് വന്ന് പറയാം, പേഴ്സണലിലുള്ള കാര്യങ്ങളാണെങ്കിലും ടീച്ചർ എന്ത് വന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് ടീച്ചറിൻ്റെ അടുത്ത് ഉള്ളത്. ഇപ്പം 5 വയസ്സ് തൊട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ചിക്കുനെ അറിയാം, മാധവിയെ അറിയാം, എല്ലാവരെയും അറിയാം. അപ്പോൾ അങ്ങനെ ഇപ്പോഴും അങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട് റിഗാറ്റയിൽ. എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഈ കല ജീവിതമാക്കിയ കുറെ സ്ത്രീകളുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ തന്നെ പറയണം അല്ലെ? എന്താ പേരെന്താ? എന്റെ പേര് ശ്രുതി. ശ്രുതി എത്ര വർഷമായി? ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ പഠിക്കണു. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ എന്റെ സ്ഥലം ഇവിടെയല്ല. അപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ടീച്ചറിന്റെ അടുത്ത് വന്ന് പിന്നെ ഇവിടെ തന്നെ. ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണോ നൃത്തം പഠിക്കാൻ തുടങ്ങിയത്? ഞാൻ ചെറുതിൽ പഠിച്ചിരുന്നു, പിന്നെ ഇടയ്ക്ക് അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിരുന്നു. പിന്നെ എന്റെ മോൻ ഒരു 1.5 വയസ്സുള്ളപ്പോഴാണ് ടീച്ചറിന്റെ അടുത്ത് വന്നത്. പിന്നെ ഓക്കെ, അതും ഞാൻ ടീച്ചറെ കുറിച്ച് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം കുറെ ആളുകൾ ഉണ്ടാവും ചെറുപ്പം മുതലേ നമുക്ക് നൃത്തം പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ളൂ, പക്ഷെ അവർക്ക് അതൊന്നും സാധിക്കാത്ത കുറെ ആളുകളും ഉണ്ടാവും അല്ലെ ടീച്ചറെ? പക്ഷെ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇവിടെ വന്നിട്ട് വിവാഹത്തിന് ശേഷവും നൃത്തം പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ടീച്ചർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, റിട്ടയർമെന്റ് കഴിഞ്ഞ കുറെ പേരും എനിക്ക് സ്റ്റുഡൻസ് ആയിട്ടുണ്ട് എന്ന്. അത് സത്യം പറഞ്ഞാലേ ഭയങ്കര രസമായിരുന്നു അത് കേൾക്കാൻ. അതെങ്ങനെ ടീച്ചർ അതിന്റെ ഒരു കാര്യം?
അത് 2009 എൻ്റെ ഗുരു പത്മഭൂഷൺ ധനഞ്ജയൻസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഒരുപാട് ഹൗസ് വൈഫ്സ് എൻ്റെ അടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞു വരുന്നു. അവർ പല സ്ഥലത്തും പോയപ്പോൾ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ പറ്റൂല എന്നൊക്കെ ഡിസ്കറേജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വന്നു. ഒരാളാണ് ആദ്യം വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു സെക്ഷൻ തുടങ്ങാം എന്ന് വിചാരിച്ച് ഞാൻ സാറിനോടാണ് ചോദിച്ചത്, സാർ എനിക്കിങ്ങനെ ഒരു സെക്ഷൻ റിഗാറ്റയിൽ തുടങ്ങണം സാർ, അതിനൊരു പേര് എല്ലാം ഞാൻ സാറിൻ്റെ അഭിപ്രായം അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ സാറാണ് ഈ ഗൃഹനായിക എന്നും പറഞ്ഞ് ഒരു പേര് സജസ്റ്റ് ചെയ്യുന്നു. അതിപ്പം വളരെ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകണം. റിഗാറ്റയിൽ 10-80 പേരുണ്ട് ഗൃഹനായികയിൽ തന്നെ. അപ്പോൾ എല്ലാവരും കല്യാണം കഴിഞ്ഞവർ, കുട്ടികളുള്ള അമ്മയും മക്കളും ഒന്നിച്ച് പഠിക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ കുട്ടികൾ പഠിക്കുന്നതിൽ ഉപരി ഒരു അർപ്പണ ബോധത്തോടു കൂടിയാണ് അവർ പഠിക്കുന്നത്. വളരെ ഒരുപാട് പരിപാടികൾ ഇപ്പോൾ ചെയ്യുന്നത് അവരാണ്. ശരിക്കും പറഞ്ഞാൽ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള 16 പേരുണ്ട് എനിക്ക്. അവരൊക്കെ ആദ്യമായി റിട്ടയർമെന്റിന് ശേഷം ചുവട് വെച്ചവർ വരെ ഉണ്ട്. ടീച്ചർ, അതായത് ഈ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറഞ്ഞത് കറക്റ്റ് ഇവിടെ വന്നാൽ എന്താണെന്ന് മനസ്സിലാവും അല്ലേ? തീർച്ചയായിട്ടും അതെ. റിട്ടയർമെന്റിന് ശേഷം ആദ്യമായി ചുവട് വയ്ക്കുന്ന 5 പേരുണ്ട്. അപ്പോൾ അവരെ ഞാൻ ആദ്യം ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആദ്യം ചെറിയ ചെറിയ രീതിയിൽ എക്സസൈസൊക്കെ പഠിപ്പിച്ച് അവരുടെ ബോഡിയെ അതിനു വേണ്ടി തയ്യാറാക്കി. ഇപ്പം അവരൊക്കെ വളരെ ഹാപ്പിയാണ്. ആദ്യം ഇരിക്കാനും എണീക്കാനും ഒന്നും പറ്റൂലായിരുന്നു. ഇപ്പം പറയും, ഇപ്പം ഞങ്ങൾക്ക് സുഖമായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാ. അങ്ങനെയുള്ള ഒരു 10-20 പേരുടെ ഒരു ആദ്യ ചുവട് രംഗപ്രവേശം മൂകാംബികയിൽ വെച്ച് നടക്കാൻ പോവുകയാണ് മെയ് മാസത്തിൽ. എല്ലാവരും 50+ ആണ് എല്ലാവരും. അതെ, അതായത് നൃത്തം പഠിക്കാൻ അങ്ങനെ പ്രായമൊന്നുമില്ല, നമുക്ക് മനസ്സുണ്ടെങ്കിൽ കഴിവുണ്ടാവും അല്ലേ? അങ്ങനെയാണോ? അത്രയേ ഉള്ളൂ. പ്രായം പറയുമ്പോൾ ഒരു നമ്പർ മാത്രം തന്നെയാണ്. എൻ്റെ അഭിപ്രായം അതാണ്. ഞാൻ അവരെയൊക്കെ പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു 10-15 വയസ്സുള്ള ഒരു കുട്ടി ചെയ്യുന്ന അത്രയും ഒരു ടഫായിട്ട് ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഐറ്റംസ് ഞാൻ അവർക്ക് വേണ്ടി ചെയ്യും. അപ്പോൾ അവരത് നാച്ചുറലായിട്ട് ചെയ്യും. അതെ ടീച്ചർ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ഇങ്ങനെ അത് ഒരുപാട് വയസ്സായിട്ട് അതിൽ ഇപ്പൊ പറഞ്ഞ റിട്ടയർമെന്റിന് ശേഷമൊക്കെ ഇവിടെ വന്നിട്ട് നൃത്തം പഠിച്ച ആളുകൾ, അതിൽ ടീച്ചർക്ക് മനസ്സിൽ തട്ടിയ ഒരു അനുഭവമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീകളെ കുറിച്ച് പറയാൻ പറ്റുമോ? ഇന്നത്തെ ദിവസം ഒരു പക്ഷേ പ്രേക്ഷകർക്ക് അത് കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാവും. അതായത് ഇവിടെയുള്ള ഒരു പ്രശസ്തമായ തറവാട്ടിലുള്ള ഒരു പ്രിയദർശിനി വേണുഗോപാൽ, അവരുടെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു, ഞാൻ ഒരുപാട് സ്ഥലത്ത് ഡാൻസ് പഠിക്കണം, എനിക്ക് ഇപ്പം തന്നെ 65 വയസ്സായി, എനിക്ക് പഠിക്കണം, പക്ഷെ ആ സ്ത്രീയെ കണ്ടാൽ ബോൺ ടു ബി എ ഡാൻസർ എന്ന് നമുക്ക് തോന്നും. അത്ര ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഒരുപാട് പേരെടുത്ത് പോയപ്പോൾ ഭരതനാട്യം പഠിച്ചാലേ മോഹിനിയാട്ടം പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതൊരു തെറ്റായ ധാരണയാണ്. അപ്പോൾ അവർക്ക് മോഹിനിയാട്ടമാണ് പഠിക്കേണ്ടത്. അവരാണ് ഈ ഗൃഹനായിക എന്നുള്ള ഈ സെക്ഷൻ ഇത്രയും വിജയകരമാവാനുള്ള ഒരു ബീജാവാപം നടത്തിയത് പ്രിയദർശിനി വേണുഗോപാലാണ്. അതെ, ഇപ്പോൾ 75-ൽ കൂടുതൽ പ്രായമായി. അതെ, അതെന്തായാലും ഒരു നല്ല ഇൻസ്പിറേഷന്റെ ഒരു കഥ കൂടിയാണ് ടീച്ചർ ഇപ്പൊ പറഞ്ഞത്. നമുക്കേ ഒന്നും കൂടെ മാധവിയിലോട്ട് പോയിട്ടെ ഞാൻ ചോദിക്കട്ടെ, റിഗ്വാറ്റയിൽ അമ്മയ്ക്കൊപ്പം ചേർന്നതിന് ശേഷം അമ്മ ഇപ്പൊ നല്ലൊരു അനുഭവം പറഞ്ഞു. കാരണം അത് കേൾക്കുന്ന ഏതൊരാൾക്കും ഇങ്ങനെയൊക്കെ സാധിക്കുമല്ലേ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക്, അല്ലേ അങ്ങനെ പറയാം, നമ്മൾ സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ സാധിക്കുമല്ലേ എന്ന് തോന്നുന്ന ഒരു വലിയൊരു കഥയാണ് ടീച്ചർ ഇപ്പൊ പറഞ്ഞത്. അതേപോലെ എന്തെങ്കിലും ഒരു അനുഭവം മാധവിക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം? ഞാൻ പറഞ്ഞല്ലോ, ജനിച്ച് വീണത് ഇതിന്റെ നടുക്കോട്ടാണ് വീണത്. അപ്പം അന്ന് തൊട്ട് ഈ ഒരു റിഗാറ്റ എന്ന് പറയുന്നത് ഇന്ന് വരെയും ഒരു സ്റ്റുഡന്റ് ടീച്ചർ എന്ന റിലേഷൻഷിപ്പേ അല്ല, ഒരു വലിയൊരു ഫാമിലി ആയിട്ടാണുള്ളത്. അപ്പം അത് എനിക്ക് ഒത്തിരി ഹെൽപ്പ്, ബിക്കോസ് ഫ്രം ഓൾ വാക്സ് ഓഫ് ലൈഫ് പലരെ കാണാനും പലരെ പരിചയപ്പെടും. ആദ്യം ചെറുതിലെ ഞങ്ങളുടെ കോളേജ് ഗ്യാങ് ആ ഒരു ടൈപ്പ് ഗ്രൂപ്പായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ഞാനും ഒരു ഗൃഹനായിക ആയി മാറിയപ്പം നമ്മുടെ ക്ലാസ്സിൽ തന്നെ ചേച്ചിമാരൊക്കെ വരുമ്പോഴും ഒരു ഏജ് ഗ്യാപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതേ ഇല്ല. വലിയ ആൻറ്റിമാർ നമുക്ക് സജഷൻ തരുന്നു. ക്ലാസ് ഒരു വേറൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അറിയാമല്ലോ, നമുക്കൊരു കോളേജ് ലൈഫിൽ അങ്ങനത്തെ ഉള്ളൊരു മെന്റൽ ഇതേ അല്ല നമ്മളൊരു ഗൃഹനായിക ആയി കഴിയുമ്പോൾ. അപ്പോൾ അതെനിക്ക് വളരെയധികം പലപ്പോഴും എൻ്റെ പേഴ്സണൽ കൺസ്ട്രെയിൻസ് പല സമയത്ത് ഞാൻ പല പല അവസ്ഥയിൽ ഇരിക്കുമ്പോഴും ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറയുക റിലാക്സ് ചെയ്യാൻ പറ്റുന്നതും ആ ഒരു പേഴ്സണൽ ഫീൽ എനിക്ക് വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരുടെ അടുത്തുനിന്ന് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഇറ്റ് ഇസ് എ വെരി ബിഗ് ഫാമിലി. ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ്
നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും ഒരു നമുക്ക് ഒരു ഇത്. തീർച്ചയായും എനിക്കത് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായ ഒരു കാര്യം കൂടിയാണ്. കാരണം അങ്ങനെ നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ഇടം കൂടിയാണിത്. കാരണം മനസ്സുണ്ടെങ്കിൽ എന്തും സാധിക്കും, ഏതറ്റം വരെയെങ്കിലും നമുക്ക് പോകാമെന്ന് നമ്മൾ സ്ത്രീകൾ പലപ്പോഴും തെളിയിച്ചതാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ അതിന് പ്രായം കൂടിയില്ല എന്നുള്ളൊരു വലിയ ഉദാഹരണം കൂടി ടീച്ചർ നമ്മൾക്ക് മുൻപിൽ കാണിച്ചു തരികയാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് എന്തായാലും ഇനി ഈ സംസാരം മാത്രം പോരല്ലോ അല്ലെ, നമുക്ക് ഇവരുടെ പെർഫോമൻസിനോട് കാരണം ടീച്ചറിനെയും കാണാം. അതിനാണ് കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ ഒരു പെർഫോമൻസിലേക്ക് പോയാലോ? ടീച്ചറെ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ പിന്നെ ടീച്ചർ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം ഞാൻ ഈ മേഖലയായിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരാളാണ്. അപ്പൊ ടീച്ചറിലേക്ക് തന്നെ നമുക്കങ്ങ് പോവാം. നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവം ഉപാസ്മഹേ ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച ത്വമേവ സർവം മമ ദേവദേ. ദിമ്മി തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക. നമുക്ക് ഇന്ന് ശിവരാത്രിയല്ലേ, അതുകൊണ്ട് പുതിയതായിട്ട് ഒരു കിരാതം എന്നുള്ള കഥ അത് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു മോഹിനിയാട്ടം ഇനം തുടങ്ങാം. ഇത് വളരെ പണ്ട് ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചിരുന്നു. പിന്നെ കുറച്ച് നാളായിട്ട് അത് പ്രയോഗത്തിലില്ലായിരുന്നു. ഇന്നിപ്പോൾ നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഇതിന്റെ സാഹിത്യം എനിക്ക് എഴുതി തന്നത് പ്രശസ്ത കവി ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അതിന്ന് അതിന്റെ മുദ്രയൊക്കെ ഇപ്പൊ ഇന്ന് പഠിക്കാം. ഓക്കെ. കീരതാർജുനീയം ഭാവയേ നിഗമാഗമം മോക്ഷദായകം. കിരാതാർജുനീയം എന്നുള്ള ആ മഹത്തായ കഥാഭാഗം ശിവനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് സർവ വേദ ഉപനിഷത്തുകൾക്കും ആധാരമായിട്ടുള്ള ഭഗവാൻ നടരാജമൂർത്തി മോക്ഷദായകം. അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നത് മനുഷ്യന് മോക്ഷദായകമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് പല്ലവിയിൽ പറയുന്നത്. അപ്പൊ കിരാതൻ എന്ന് പറയുന്നത് ഒരു രാക്ഷസൻ, ഒരു കാട്ടാളനാണ് കിരാതൻ. അപ്പൊ കിരാതൻ ആദ്യം കാണിക്കൂ. കിരാതൻ അർജുനൻ. കിരാതനും അർജുനനും കൂടെയാണ് യുദ്ധം ചെയ്യുന്നത്. കിരാതൻ വാസ്തവത്തിൽ ഭഗവാൻ പരമശിവനാണ്. അർജുനീയം. അടുത്തത് നിഗമാഗമം. ആഗമം എന്ന് വെച്ചാൽ വേദം. ആധാരമായിട്ടുള്ളവൻ
മോക്ഷ. മോക്ഷം മുകളിലോട്ട് മോക്ഷം. മോക്ഷം എന്ന് പറയുന്നത് മോക്ഷം. അതെ, പറയൂ, നിങ്ങളുടെ കൂടെ ഐഡിയ പറയൂ. മോക്ഷദായകം. മോക്ഷദായകം. മോക്ഷം നൽകുന്നു. അപ്പൊ ആദ്യം ഇങ്ങനെ എടുത്തോളൂ ഭാവയെ. ഇപ്പൊ ഈ ഒരു പല്ലവി ഒന്ന് കളിക്കും, ചോടോട് കൂടി കളിക്കും. 3 4 ീയം ഭാവയേ നിഗമം മോക്ഷദായകം. ഇനി നമുക്ക് ഇതിനെ തന്നെ വിന്യസിച്ച് 1-2 കൈകൾ എടുത്തതിന് ശേഷം ഇതൊരു മെയിൻ സഞ്ചാരിയായിട്ട് തന്നെ നമുക്ക് എടുക്കാം. എന്തോന്നാണ്? ശിവനെ പൂജിച്ച് ഇരിക്കുന്ന അർജുനൻ, പിന്നെ ഈ കിരാതൻ ഭഗവാൻ പരമശിവൻ അർജുനനെ പരീക്ഷിക്കുവാൻ, അർജുനന് കുറച്ച് അഹങ്കാരമുണ്ട്, താനൊരു വില്ലാളി വീരനാണെന്നുള്ള അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഭഗവാൻ പരീക്ഷിക്കുന്നതാണ് ഈ കഥ. അപ്പൊ ഭഗവാൻ തന്നെയാണ് കിരാതനായിട്ട് അർജുനന്റെ തപസ് ഇളക്കാനായിട്ട് വരുവാണ്. അർജുനൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ പന്നി വന്ന് ഒരുപാട് രീതിയിൽ ശല്യപ്പെടുത്തുവാണ്. അതിൽ നിന്നാണ് വളരെ ഉദ്ധതനായിട്ട് അർജുനൻ പൊങ്ങി വരുന്നത്. അതാണ് കഥ. പോരാട്ടത്തിന്റെ കഥയാണ് ഒഡീഷയിലെ സാന്താൾ ഗോത്രവർഗക്കാരുടേത്. ഒഡീഷയിലെ ഉബർബേദ ഗ്രാമത്തിൽ നിന്ന് റെയ്സാന കുന്നുവരെ എത്തിയ ഒരു പെൺപെരുമയുണ്ട്, ദ്രൗപദി മുർമു. വിവേചനങ്ങളെ മറികടന്ന് പോരാടി മുന്നിലെത്തിയ ഗോത്ര നേതാവ്. ജൂനിയർ ക്ലർക്കായും അധ്യാപികയായും പിന്നീട് ജോലി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക്. കൗൺസിലർ, MLA, മന്ത്രി, അങ്ങനെ ഭരണപാടവത്തിന്റെ ദ്രൗപദി അധ്യായങ്ങൾ പിറന്നു തുടങ്ങി. വനമേഖലയിലുള്ള സ്വന്തം ഗ്രാമത്തിൽ നദിക്ക് കുറുകെ പാലം നിർമ്മിച്ചപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടത് വർഷങ്ങളായുള്ള ആവശ്യം മാത്രമല്ല, ഇരുൾ വനത്തിലെ ജനതയ്ക്ക് വെളിച്ചത്തിലേക്കുള്ള പാലമായി അത്. 2016 2 ഭൂനിയമങ്ങൾ പൊളിച്ചെഴുതാനുള്ള ജാർഖണ്ഡ് സർക്കാർ നീക്കം വിവേചനാധികാരം ഉപയോഗിച്ച് എതിർത്ത ഗവർണർ. അങ്ങനെ നിശ്ചയദാർഢ്യത്തിന്റെ പുതിയ അധ്യായങ്ങൾ പിറന്നു. വ്യക്തിജീവിതത്തിലെ തീവ്രമായ ദുരനുഭവങ്ങളിലും തളരാത്ത പോരാളിയായി ദ്രൗപദി മുർമു. അവർ രാഷ്ട്രപതി കസേരയിലെത്തിയപ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കൂടിയായി. അപ്പൊ എല്ലാവർക്കും വനിതാ ദിനാശംസകൾ. ഇന്ന് ആലപ്പുഴയിൽ നിന്ന് അനുമോദ ശരണ്യാണ് ചേരുന്നത്. ഇന്നലെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിലുണ്ടായ ട്വിസ്റ്റും ഒപ്പം തന്നെ BJP പ്രവേശനവും ഒക്കെ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇന്ന് മറ്റൊരു വാർത്തയാണ് തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. അത് കെ മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും പത്മജയുടെ ആ രാഷ്ട്രീയ ട്വിസ്റ്റിന് ശേഷമാണ് ഇപ്പോൾ കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തയും പുറത്തു വന്നിട്ടുള്ളത്. എന്താണ് അനുമോദ് അതിന്റെ വിശദാംശങ്ങൾ? ശരണ്യ, കോൺഗ്രസ് നടത്തുന്ന ഒരു മികച്ച രാഷ്ട്രീയ നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ. കെ മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് ഈ പത്മജ BJPയിലേക്ക് പോയതിനെ പ്രതിരോധിക്കുവാനും തൃശ്ശൂരിൽ അത് ഉണ്ടാക്കുന്ന ഡാമേജ് മറികടക്കുവാനും കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് സാധിക്കുമെന്ന്
പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. നമുക്കറിയാം കെ കരുണാകരന് തൃശ്ശൂരുമായിട്ടുള്ള ആത്മബന്ധം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കരുണാകരന്റെ മക്കളിൽ ഒരാൾ BJP-യിലേക്ക് പോവുക എന്നത് BJP-യെ സംബന്ധിച്ച് വലിയ പ്രചരണ ആയുധമാണ്. CPM-ഉം ഇടതുപക്ഷവും അത് വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുതന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇതിനെ മറികടക്കുവാൻ കെ മുരളീധരന്റെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കുമെന്ന് തന്നെ വേണം കരുതാൻ. കാരണം പ്രചരണത്തിലാകട്ടെ മറ്റിടങ്ങളിൽ ഇത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആകട്ടെ അത് വലിയ തോതിൽ തന്നെ കോൺഗ്രസിന് ഈ ഒരു മുരളീധരന്റെ സാന്നിധ്യം പത്മജ BJP-യിലേക്ക് പോയതിനെ മറികടക്കുവാൻ കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം വരേണ്ടതുണ്ട്. പക്ഷേ ഇതുവരേക്കും ലഭിക്കുന്ന സൂചന അനുസരിച്ച് കെ മുരളീധരൻ തന്നെയാകും തൃശ്ശൂരിൽ മത്സരിക്കുക എന്നുള്ളതാണ്. അത് മറ്റൊരു കാരണം കൂടിയുണ്ട്. എൻ പ്രതാപനേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയാകും കെ മുരളീധരൻ എന്നൊരു വിലയിരുത്തലും കോൺഗ്രസിലെ ഒരു ഭാഗത്തിന് ഉണ്ട്. സ്വാഭാവികമായിട്ടൊരു ത്രികോണ മത്സരം നടക്കുമ്പോൾ കോൺഗ്രസിന് ഒരു മേൽക്കൈ നേടാൻ മുരളീധരന്റെ സാന്നിധ്യം കൊണ്ട് സാധിക്കും എന്ന് തന്നെ വേണം എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. എന്താണെങ്കിലും ഈ ഒരു പത്മജ BJP-യിലേക്ക് പോയതുകൊണ്ടുണ്ടായ ഒരു തിരിച്ചടിയെ മറികടക്കുവാൻ ഈ ഒരു നീക്കത്തിലൂടെ സാധിക്കുമെന്ന കണക്കുകൂട്ടലാണ് കോൺഗ്രസിനുള്ളത്. ശരണ്യ. തീർച്ചയായിട്ടും അനുമതി, അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിപൂർവമായൊരു അതെ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിപൂർവമായൊരു നീക്കമെന്ന് തന്നെ പറയാം. കാരണം കെ കരുണാകരന്റെ സ്വന്തം തട്ടകമായ തൃശ്ശൂരിലേക്ക് ഇന്നലെ പത്മജ അത്തരത്തിലൊരു BJP-യിലേക്ക് ഒരു നീക്കം നടത്തിയപ്പോൾ ആ വൈകാരികമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനായി കെ മുരളീധരനെ തന്നെ തൃശ്ശൂരിലേക്ക് ഇറക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിപരമായ ഒരു നീക്കം എന്ന് തന്നെ പറയാം. എന്തായാലും തൃശ്ശൂര് കോൺഗ്രസിലെ ഫൈറ്ററാണ് കെ കരുണാകരന്റെ മകനായ കെ മുരളീധരൻ. എന്തായാലും നമുക്ക് തൃശ്ശൂരിൽ ഒരു വലിയ മത്സരം തന്നെ നടക്കുമെന്ന് നമുക്ക് ഇപ്പോൾ ചിത്രം തെളിയുമ്പോൾ അത് തന്നെ പറയാൻ കഴിയും. എന്തായാലും വനിതാ ദിനമാണ്. വനിതാ ദിനത്തിൽ ഇന്ന് നമ്മൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ കുടുംബശ്രീ പ്രവർത്തകരോടാണ്. സ്ത്രീ ശാക്തീകരണത്തിൽ ഏറ്റവും പ്രധാന പങ്ക് ഈ സമൂഹത്തിൽ വഹിക്കുന്ന കുടുംബശ്രീയുടെ പ്രവർത്തകർ വ്യത്യസ്ത മേഖലയിലുള്ള സ്ത്രീകളുമായാണ് നമ്മൾ ഇന്ന് സംവദിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു കാവാണ്. ഇല്ലത്തുകാവ് എന്ന് പറഞ്ഞ കാവിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെയാണ് എന്നോടൊപ്പം കരുത്തരായ കുറെ സ്ത്രീകൾ ചേരുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം. ഒന്ന് കാണണം കേട്ടോ, ആദ്യം വിഷ്വൽ ഒന്ന് കാണണം. ചെറിയ പുള്ളികളൊന്നും അല്ല, നല്ല കരുത്തുള്ള സ്ത്രീകൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. സാധാരണ കുടുംബശ്രീയുടെ മറ്റ് യൂണിറ്റുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു നിർമ്മാണ യൂണിറ്റുകൾ അല്ലെങ്കിൽ മറ്റു പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകൾ, ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും ശേഖരിക്കുന്നതും വിൽപ്പന നടത്തുന്നതുമായ ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവർ പക്ഷേ കുറച്ച് വേറെ പുള്ളികളാണ് കേട്ടോ. ഞാൻ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് കഞ്ഞിക്കുഴി കേന്ദ്രീകരിച്ചുള്ള ആലപ്പുഴയിലെ കുടുംബശ്രീയുടെ വനിതാ സുരക്ഷാ സേനയിലെ ചേച്ചിമാരാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. അവരുടെ ജോലി വേറിട്ട തട്ടകമാണ്. ഇവര് ഭയങ്കര ബിസിയാണ് കേട്ടോ. ഇതൊന്നും അല്ല, കുറെ ആളുകളുണ്ട്. ഇപ്പോ ക്ഷേത്രോത്സവങ്ങളൊക്കെ നടക്കുന്ന കാലമല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവരും പലയിടങ്ങളിലായി ഉത്തരവാദിത്തപ്പെട്ട ജോലികളിലേക്ക് പോയിരിക്കുകയാണ്. വീട്ടമ്മമാരിൽ നിന്ന് ഇവരുടെ ഒരു മാറ്റമാണ് നമ്മൾ ഇന്ന് വനിതാ ദിനത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഒന്ന് നിങ്ങളുടെ പേരെന്ന് പറയൂ. രേണുക. ഷൈമോൾ. ഒന്ന് പറയൂ. ലേജു. ഇവര് ജോലി ചെയ്യുന്നത് വനിതാ സുരക്ഷാ സേനയാണ് അല്ലെ? അതായത് സെക്യൂരിറ്റി ജീവനക്കാരായി ജോലി ചെയ്യുന്ന കുടുംബശ്രീയുടെ ആളുകളാണ്. ഇവര് വീട്ടമ്മമാരായിട്ട് വീട്ടമ്മമാരിൽ നിന്നൊരു മാറ്റം വന്നിട്ട് എത്ര കാലമായി? ഇപ്പൊ 3 വർഷത്തോളമായി ഞങ്ങൾ ഇതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അതന്നെ സാധാരണ വീട്ടമ്മമാര് തന്നെയായിരുന്നു. പ്രത്യേക തൊഴിലുറപ്പ് ജോലി അല്ലാതെ വേറൊരു ജോലി ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ നമുക്ക് അടുത്ത് നിൽക്കാം ചേച്ചി, അടുത്ത് നിൽക്കാം. പറഞ്ഞു. ഇപ്പോൾ കുടുംബശ്രീയിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർ കൂടെയാണ്. ഞാൻ ഒരു കുടുംബശ്രീയുടെ സെക്രട്ടറി കൂടെയാണ്. അപ്പോൾ കുടുംബശ്രീയിൽ ജില്ലാ മിഷൻ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഞങ്ങളുടെ ആദ്യമേ തന്നെ ഞങ്ങൾക്ക് 11 പേരടങ്ങുന്ന ഒരു ടീമാണ്. ഞങ്ങൾ 2 കോളേജ് വിദ്യാർത്ഥികളുണ്ട്. 2 കോളേജ് വിദ്യാർത്ഥികളും നിങ്ങളുടെ ടീമിലുണ്ട്. വനിതാ സുരക്ഷാ സേന തന്നെയാണ്. ബാക്കി ഞങ്ങൾ 8 പേര് സാധാരണ വീട്ടമ്മമാരും ഇതിന്റെ പ്രവർത്തകരുമായിട്ട് വന്നതാണ്. ഇപ്പോൾ ജില്ലാ മിഷനിൽ നിന്ന് ഞങ്ങൾക്ക് ലോൺ അനുവദിച്ച് അതിൽ യൂണിഫോം ഇതെല്ലാം മേടിച്ച് യൂണിഫോമിൽ തന്നെ ഞങ്ങൾ അറിയാലോ, അത് ഞങ്ങൾ തീർത്തും ഈ യൂണിഫോം ഇട്ടിട്ട് ഇറങ്ങും. നമ്മളൊരു വീട്ടമ്മ എന്ന് പറയുന്നത് ഒട്ടും കുറവല്ല, ഏറ്റവും അധികം കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ട ഒരാളാണ്. നമുക്കറിയാലോ, മൾട്ടി ടാസ്ക് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് സ്ത്രീകൾ. എന്തായാലും വീട്ടമ്മ വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ്. എന്നാലും ഈ ഒരു യൂണിഫോം ഇട്ടപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി?
ശരിക്കും 7 മണി കഴിഞ്ഞ് വീടിന് പുറത്തിറങ്ങാൻ പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ. 7 മണി കഴിഞ്ഞിപ്പോ നിൽക്കുവാണല്ലേ, മാറി നിൽക്കുന്ന പറയാനായിട്ട്. ഇപ്പൊ രാത്രി 10 മണി വരെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. വീട്ടിലോട്ടാണെങ്കിലും ഒറ്റക്ക് പോണതിനെ കുറിച്ച് യാതൊരു പേടിയില്ല. നടന്നു വരേണ്ട സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തന്നെ വീട്ടിൽ വന്ന് കയറുന്നതിനൊന്നും ഒരു പേടിയില്ല. ശരിക്കും ഒരു ആണുങ്ങളുടെ ഒപ്പം തന്നെ ഞങ്ങൾ എത്തി എന്നൊരു ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ വരുമാനത്തിന്റെ കാര്യത്തിലും എല്ലാവരും നല്ല ഇതായി, പ്രത്യേകിച്ച് എല്ലാവർക്കും ഓരോ സമ്പാദ്യങ്ങളും ഒക്കെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. നല്ല വരുമാനവും ഉണ്ട്. ഞങ്ങൾ പറയുന്നതിൽ കൂടുതൽ വരുമാനം തരുന്ന വീടുകളും ഉണ്ട്. അങ്ങനെ നല്ല ഇതിൽ തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴും ഈ ഗെറ്റപ്പിൽ തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നത്, കൈയൊക്കെ പുറകെ കെട്ടി ഇങ്ങനെയാണ്. ഒന്ന് പറയോ ചേച്ചി, നിങ്ങൾ ഇതിനു മുമ്പ് എന്ത് ചെയ്തിരുന്നു? വീട്ടമ്മയാ, സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു. അപ്പൊ ഞങ്ങള് പിന്നെ കഞ്ഞിക്കുഴി സർവീസ്, കഞ്ഞിക്കുഴി കയറി വരാം. വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ സാറാണ്. സന്തോഷ് ചേട്ടനാണ് ഇതിന്റെ ആശയം. സാറിന്റെ ധൈര്യവും ആത്മവിശ്വാസവും അങ്ങനെ നിൽക്കാനിടയായത്. പിന്നെ ഞങ്ങള് വാഹനങ്ങളുടെ നിയന്ത്രണമാണ് കൂടുതലും ഞങ്ങള് ചെയ്യാറുള്ളത്. അല്ലാണ്ട് അമ്പലങ്ങളിലും ഒക്കെ നമ്മള് തിരക്കൊഴിവാക്കാനായിട്ടൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്. അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴേ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആളുകൾ അംഗീകരിക്കുന്നുണ്ട്. ഒരു ബഹുമാനം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. യൂണിഫോമിലേക്ക് കയറിയപ്പോ ആ ഒരു ബഹുമാനം അല്ലേ? എല്ലാവരും നല്ല സഹകരണമാണ്, നമ്മളോട് എന്ത് പറഞ്ഞാലും കേൾക്കും. അതാണ് ഒരു സർക്കാരിന്റെ ഒരു പരിപാടിയിലേക്ക് പോയപ്പോ മജിസ്ട്രേറ്റ് വന്നപ്പോഴത്തേക്കും മജിസ്ട്രേറ്റിനോട് പറഞ്ഞു, വണ്ടി അവിടെ നിർത്തൂ, ഇത് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്, അങ്ങോട്ട് വണ്ടി വിടില്ല അല്ലേ? ആ സംഭവം എന്ന് പറഞ്ഞേ. അന്ന് അത്രയും മജിസ്ട്രേറ്റിന്റെ പവറൊന്നും അറിയാനുള്ള ഇത് അന്ന് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് അറിയാറായി. അന്ന് സാറിന്റെ വണ്ടി വന്ന് വണ്ടി കയറ്റാൻ വിടരുതെന്നായിരുന്നു അവിടുത്തെ നിർദ്ദേശം തന്നിട്ടുള്ളത്. സംഘാടകരുടെ നിർദ്ദേശം അങ്ങോട്ട് കാറ് കയറ്റുന്നത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അങ്ങനെ സാറിന്റെ ഡ്രൈവർ പറഞ്ഞല്ല ഇത് മജിസ്ട്രേറ്റിന്റെ വണ്ടിയാണ്, കയറ്റി വിടണമെന്നുകൊണ്ട് ഞങ്ങൾ വിട്ടില്ല. പിന്നെ സാറ് തന്നെ ഇറങ്ങി വന്ന് അവരവരുടെ ജോലി ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അഭിനന്ദിച്ച് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു തന്നാണ് സാർ അന്ന് മടങ്ങിപ്പോയത്. അതെ, അവരങ്ങനെ അഭിനന്ദനമൊക്കെ ഏറ്റുവാങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. ഇനി കുറച്ച് കളർഫുൾ വിഷ്വലിലേക്ക് നമുക്ക് പോവാം. ഇതുണ്ടോ, ഇത് കഞ്ഞിക്കുഴി കുടുംബശ്രീയിലെ റെഡ് സ്റ്റാർ ബാൻഡാണ് അല്ലേ? എല്ലായിടത്തും പെർഫോം ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ എവിടെ ചെന്നാലും ഞങ്ങൾ ഏത് പരിപാടിക്ക് ചെന്നാലും നിങ്ങളെ കാണാറുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ പരിപാടി, അതായത് കേരളത്തിൽ ഇപ്പൊ എല്ലാ ജില്ലകളിലും ഒരുപാട് പരിപാടികൾ ഇപ്പൊ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ കീഴില് ആണ് ഞങ്ങളിപ്പോ ഇതിന്റെ പ്രവർത്തനം. CDSന്റെ കീഴില് കുറച്ച് കുടുംബശ്രീ പ്രവർത്തകർ, ഒരു 10ഓളം കുടുംബശ്രീയിലെ ആൾക്കാരെല്ലാവരും കൂടിച്ചേർന്നാണ് ഞങ്ങളിപ്പോ ഈ ബാൻഡ് സെറ്റിലേക്ക് പോകുന്നത്. സാധാരണ കുടുംബശ്രീയുടെ ചെണ്ടമേളമൊക്കെ ഉണ്ട്, ബാൻഡ് ഗ്രൂപ്പ് അങ്ങനെ വിരളമാണല്ലേ? അതും ഒരു വെറൈറ്റിയായി കണ്ടുപിടിക്കാമെന്ന് ഞങ്ങൾക്ക് ഒരു നിർദ്ദേശം വെച്ചെന്ന ഒരാളുണ്ട്, കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ. അപ്പൊ സാറാണിത് കൂടുതലും ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെ, ഈ എന്തായാലും നമ്മൾ വനിതാ ദിനമാണ്, എന്നാലും ഇദ്ദേഹത്തെ ഒന്ന് കാണിച്ചേക്കണം. ഇദ്ദേഹമാണ് ഈ ആശയങ്ങളുടെ ഒക്കെ തുടക്കാറ്. സന്തോഷ് ചേട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും വനിതാ ദിനമാണ്, അതുകൊണ്ട് ഞങ്ങൾ സ്ത്രീകളിലേക്ക് പോവുകയാണ്. അപ്പൊ എനിക്ക് നിങ്ങളുടെ പെർഫോമൻസ് ഒന്ന് ന്യൂസ് 18 പ്രേക്ഷകരെ ഒന്ന് കാണിക്കുമോ? ഒന്ന് പെർഫോമൻസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യോ? ഇവരുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. എന്തായാലും അത് എല്ലാവരും ഭയങ്കര ബിസിയാണ്. ഉത്സവ സീസൺ ആയതുകൊണ്ട് എല്ലാവരും പല ഇടങ്ങളിലാണ്. ഉള്ള ആളുകളൊക്കെ നമ്മുടെ കൂടെ ഇന്ന് വന്നിട്ടുണ്ട്. ഈ കരുത്തരായ സ്ത്രീകളുടെ പെർഫോമൻസ് നമുക്ക് കാണാം. By the left, kick, march!
സമൂഹത്തില് നമ്മളിപ്പോ ഉയർന്നു കേൾക്കുന്നത് സമൂഹത്തിലെ കരുത്തരായ സ്ത്രീകളുടെ ശബ്ദമാണ്. അവര് ആത്മാഭിമാനത്തോടുകൂടി സ്വന്തം തൊഴിലിടങ്ങൾ, വ്യത്യസ്തമായ തൊഴിലിടങ്ങൾ, അതിൽ കുടുംബശ്രീയുടെ പങ്ക് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കുടുംബശ്രീ അവർക്ക് നൽകുന്ന ഒരു പിന്തുണ വളരെ വലുതാണ്. ആ കുടുംബശ്രീക്ക് തുടക്കം കുറിച്ച ജില്ലയാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ വ്യത്യസ്തമായ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഗംഭീര പെർഫോമൻസ്. താങ്ക് യു. നിങ്ങൾ ബിസിയാണ്, ഭയങ്കര ബിസിയാണ്. ഞങ്ങൾ അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഒരു വേറിട്ട ഒരു ഇതിലേക്കാണ് ഞങ്ങൾ വീട്ടമ്മമാർ ഇതിനകത്തേക്ക് വന്നത്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ വരുമാനം, അതിന്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്. വലിയ സന്തോഷമാണ്. എല്ലാവരും വലിയ ഹാപ്പിയാണ്. ഞങ്ങൾ ഇത്രയും പേരൊന്നും അല്ല, ഞങ്ങൾ 20 പേരോളം ഉണ്ട്. പക്ഷെ കുറെ പേര് മറ്റു പരിപാടികളുമായിട്ട് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഇവിടെ പങ്കെടുക്കാൻ പറ്റിയുള്ളൂ. ഇതിന്റെ ഒരു പരിശീലനം ബാൻഡ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ കാര്യം എന്താ? ബാൻഡ് ഞങ്ങൾ തിരഞ്ഞെടുത്തതല്ല, ഒരു വേറിട്ടൊരു സംഭവം തന്നെ വന്ന് സന്തോഷ് സാറിന്റെ തലയിൽ വന്നൊരു ഇതാണ്. അപ്പൊ ഞങ്ങളെ 10ഓളം കുടുംബശ്രീകളിൽ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത്. എത്ര നാളെ നിങ്ങൾ പരിശീലനമൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് 1 മാസമേ ഞങ്ങൾക്ക് പരിശീലനം ഉണ്ടായിരുന്നുള്ളൂ. സാർ തന്നെ കറക്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഒരു സാറിനെ തന്നു. ഞങ്ങൾ 1 മാസം കൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി തൊട്ട് 9 മണി വരെ പരിശീലനം തന്നു. 1 മാസം കൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയും ചെയ്തു. ഇതൊക്കെ പിടിച്ചിറങ്ങുമ്പോ ഇതെല്ലാം നടക്കുമെന്ന് തോന്നിയായിരുന്നു? ആ ഒരു കോൺഫിഡൻസിലേക്ക് നിങ്ങൾ എത്തിയായിരുന്നല്ലേ കുടുംബശ്രീ വഴി? ഞങ്ങൾ എത്തി. കാരണം ഞങ്ങൾ അതിന് മാത്രം സാറ് നന്നായിട്ട് എഫർട്ട് എടുത്ത് ഞങ്ങളെ പഠിപ്പിച്ചു. അപ്പൊ ഞങ്ങൾക്ക് അതിനുള്ള അപ്പൊ എല്ലാവരും വീട്ടമ്മമാരായിട്ട് നിന്നിട്ടാണല്ലോ നിങ്ങൾ പെട്ടെന്ന് പരിശീലനത്തിലേക്ക് വന്നത്. എല്ലാവരും കൃത്യസമയത്ത് വരികയും അങ്ങനെ ആ ഒരു പഠനമൊക്കെ എങ്ങനെയായിരുന്നു? അത് ഞങ്ങള് വൈകുന്നേരം 6 മണിക്ക് എല്ലാവരുടെയും ജോലിയൊക്കെ തീർന്നതിന് ശേഷം 6 മണി ജോലി ഒതുക്കിയിട്ട് വരണം സ്ത്രീകൾ. എത്രയാള് നമ്മൾ എത്ര വനിതാ ദിനം എന്ന് പറയുമ്പോഴും നമ്മൾ സ്ത്രീകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അതിനിപ്പം ആരാണെങ്കിലും അല്ലേ? അതെ, ഞങ്ങൾ ജോലിയൊക്കെ ഒതുക്കി എല്ലാവരും കുട്ടികളൊക്കെ ഉള്ളവരല്ലേ. അപ്പൊ എല്ലാവരും പിന്നെ അതിനനുസരിച്ച് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് 6 മണിക്ക് വന്ന് 9 മണി വരെ ഞങ്ങള് പഠിച്ചു. അപ്പം വീണ്ടും ഞങ്ങൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും. ഒരുപാട് ഇൻസ്ട്രുമെന്റ്. പക്ഷേ പഠിത്തം കഴിഞ്ഞിട്ട് നിങ്ങൾ ബിസി ആയില്ലേ? നിങ്ങൾ ഓരോ പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? അതെ, ഞങ്ങളിപ്പോ ബ്യൂഗിൾ ബാൻഡാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പൊ അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇനി പാട്ട് പഠിക്കണം. അടുത്ത സ്റ്റെപ്പിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കും. ട്രംപറ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചു. അതൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയ സാർ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. അതെ, എനിക്ക് ശരിക്കും കുറെ ചിരിക്കുന്ന മുഖങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് ഭയങ്കര. ഒന്ന് കാണിച്ചു, ഈ മുഖം ഒന്ന് കാണിക്കുക. ചിരിക്കുന്ന സ്ത്രീകളുടെ കൂടെയാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം ഇന്ന് രാവിലെ, അല്ലേ ചേച്ചി? അതെ അതെ അതെ. ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു അഭിമാനം തോന്നുന്നു. കാരണം നമ്മള് വീട്ടിലാണെങ്കിലും വീട്ടിലൊതുങ്ങി കൂടിയിരുന്നവരാണ്. കുട്ടികളെയൊക്കെ ട്യൂഷനൊക്കെ എടുത്ത് വീട്ടിലെ കാര്യങ്ങളും നോക്കി നമ്മൾ അങ്ങനെ കഴിഞ്ഞിരുന്നവരാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ആശയം വന്നപ്പോൾ തന്നെ വലിയ ഉത്സാഹമാണ്. യഥാർത്ഥത്തില് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഇത് ശരിക്കും അന്വർത്ഥമായിരിക്കുകയാണ്. ഞങ്ങൾ ഓരോ സ്ത്രീകളും ഇതിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി പരിപാടി അവതരിപ്പിച്ചു. എല്ലാവരും വ്യത്യസ്തമായ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. എങ്കിലും ഇത് നമുക്കൊരു ഏറ്റവും കുറച്ചുകൂടി ഒരു വേറിട്ട ഒരു മേഖലയായതുകൊണ്ട് മാത്രമല്ല നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് കൂടെ അല്ലേ. നമ്മൾ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടുന്നു, സ്ത്രീകൾ ഒരുമിച്ചിരുന്നു, വർത്തമാനം പറയുന്നു, ഒപ്പം പരിശീലിക്കുന്നു. നമുക്കൊരു വീടിനകത്തുനിന്നൊരു പുറത്തേക്കല്ലേ. അതെ അതെ, നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്നിച്ചു കൂടും വൈകുന്നേരം. അത് നമുക്ക് ഏറ്റവും മനസ്സിനൊരു ഭയങ്കര റിലാക്സ് ആണ്. പിന്നെ ഞങ്ങളുടെ യാത്രകൾ, ഞങ്ങൾ പരിപാടി വിവിധ ജില്ലകളിൽ വെക്കും. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോകുന്ന ആ വേളയിലുള്ള നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് ഭയങ്കര, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ കുടുംബശ്രീ അംഗമാണ്. കുടുംബശ്രീയിൽ ഇങ്ങനെ സംസാരിക്കാൻ തന്നെ നമുക്കൊരു ധൈര്യം വന്നത് കുടുംബശ്രീയിൽ പ്രവർത്തനം തുടങ്ങിയതിനാണ്. അപ്പോൾ ഈ മാർച്ച് 8 വനിതാ ദിനം, അതിൽ ഏറെ അഭിമാനിക്കുന്നു. ഞങ്ങളുടെ ഈ കൂട്ടായ്മക്ക് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതെ, ഇവര് മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്ത്രീകൾ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ, കുടുംബശ്രീയുടെ പ്രവർത്തകരായ ആളുകൾ, അല്ലാത്ത ആളുകൾ. ഇന്ന് വനിതാ ദിനാണ്. വനിതാ ദിനം ആഘോഷിക്കുന്നു. ഇന്ന് മാർച്ച് 8 വനിതാ ദിനമായി ആഘോഷിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെ പ്രതിനിധാനം ചെയ്ത് വന്നവരാണല്ലേ ഇവര്? അത് തന്നെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ആളുകളാണ് അവരെല്ലാരും. എങ്ങനെയുണ്ട് ചേച്ചി? ഞങ്ങൾ തൊഴിലുറപ്പിന് പോകുന്നവരാണ്. ഞങ്ങള് അമ്മമാരും എല്ലാവരും ഒക്കെ അങ്ങനെ വന്ന് നിൽക്കുവാണ്. നിങ്ങളുടെയൊക്കെ ഒരു പിന്തുണ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ? പിന്നെ ഇല്ലേ, നല്ല ഫുൾ സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. ഇവരുടെയൊക്കെ ഒരു ഫുൾ സപ്പോർട്ടിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആലപ്പുഴയിലെ ഈ ദിവസം വളരെ സന്തോഷകരമായ കാഴ്ചകളുമായി നമുക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇവരുടെ ഒരു എന്താ പറയാ, ഇവർ പറയുന്ന പല ഘട്ടങ്ങളുണ്ട്. അതായത് വീടുകളിൽ നിന്ന് ആദ്യം ഇറങ്ങാനായി വൈകിട്ട് 6 മണിക്ക് ജോലിയൊക്കെ ഒതുക്കിയിട്ടാണ് ഇവർ പരിശീലനത്തിനായി ഇറങ്ങിയിരുന്നത്. പരിശീലനത്തിനായി ഇറങ്ങി ഇവർ പരിശീലിച്ചു. അതൊരു കൂട്ടായ്മയായി അതിന്റെ ഒരു സന്തോഷം അവരുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉണ്ടല്ലോ, ഈ സ്ത്രീകള്
ജോലിയൊന്നും തീർക്കാനൊന്നും സമയമില്ലല്ലോ, ബിസിയല്ലേ അതിനേക്കാളും? ഒരിക്കലും ഇല്ല. നോക്കാൻ പോലും നേരം കിട്ടുന്നില്ല. കുറച്ചൊക്കെ പകുതിയൊക്കെ ചെയ്തു പോകും, ബാക്കി അമ്മയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ രാവിലെ ചിലപ്പോ പോയെന്നാ വൈകുന്നേരം വരാറുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു പെർഫോമൻസ് നടക്കട്ടെ. ഞാൻ എന്തായാലും അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വനിതാ ദിന ആശംസകൾ. ഒപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ത്രീ കരുത്തുമായി തന്നെ മുന്നോട്ട് വരട്ടെ. ഓരോ സ്ത്രീകളുടെയും കരുത്ത് തെളിയിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളെയും എല്ലാ വിഭാഗത്തിലുള്ള സ്ത്രീകൾക്കും അത്തരം ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ വാർത്ത ഇവിടെ ഈ മനോഹരമായ കാഴ്ചകൾ നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്.